അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് വായിച്ചത്. അവിടെ നമ്മൾ ഒരുമിച്ച് വായിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അതിൽ ഒരു പദം, അതാണ് നമ്മുടെ ഈ 2.5 ദിവസത്തെ പഠനം. ആത്മാവിൽ നിറഞ്ഞവരായി. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മനിറം, പരിശുദ്ധാത്മ നിറവ്, ആത്മാവിൽ നിറഞ്ഞവരായി. അതിനെക്കുറിച്ചാണ് നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. വളരെ ക്ഷമയോടെ കേട്ടിരിക്കണം. സാധാരണ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് ബൈബിൾ ക്ലാസ്. പക്ഷേ ഈ ദൈവദാസൻ നിങ്ങളെ നന്നായി പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്കും വലിയ പ്രയാസം ഉണ്ടാകത്തില്ല. എങ്കിലും അദ്ദേഹമല്ല ഞാനിങ്ങനെ വളരെ പതുക്കെ ആയിരിക്കും എല്ലാം പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം പറയരുത് ഉണർവില്ലായിരുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, പറയുന്നതൊക്കെ എഴുതിയെടുക്കുക. ദൈവം അത്ഭുതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെല്ലാ സാധാരണ ഉപയോഗിക്കുന്നതും നമുക്കുണ്ടെന്ന് പറയുന്നതുമായ കാര്യം അഭിഷേകമാണ്, അല്ലേ? എല്ലാവരും പറയും, ഞാൻ അഭിഷേകം പ്രാപിച്ചു, നീ അഭിഷേകം പ്രാപിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള അവകാശവും മറ്റൊരാളോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ വളരെ കുറച്ചാണ് ആത്മനിറവിനെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. ജീവിതത്തിൽ വളരെ കുറച്ച് ചിന്തിക്കുന്ന ജീവിതത്തിലെ പരമാർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ പച്ചയായ സത്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കുറച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ഒരു ദിവസം സംസാരിക്കുന്ന കാര്യമാണ് നമ്മുടെ മരണം, അല്ലേ? മോൾ എപ്പോഴേലും മരണത്തെക്കുറിച്ച് പറയുമോ? പറയത്തില്ല. ആ കൊച്ചിനെ നോക്കി എല്ലാവരും ചിരിക്കണ്ട, ആരും പറയത്തില്ല. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ്, ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. മാറിപ്പോകാത്തൊരു സത്യം. പക്ഷെ അത് വളരെ കുറച്ചേ നമ്മൾ ചിന്തിക്കാറുള്ളൂ, കുറച്ചേ അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ. ഇതുപോലെ വളരെ കുറച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായ വളരെ വലിയ സത്യങ്ങൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മ നിറം. ഇനി അത് അറിയാമെങ്കിൽ തന്നെയും അത് മനസ്സിലാക്കിയിരിക്കുന്നത് പലപ്പോഴും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലായിരിക്കത്തില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞതോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നാം വെച്ചു പുലർത്തുന്ന ധാരണകളിൽ നിന്നുള്ള അറിവായിരിക്കും. അങ്ങനെയുള്ള അറിവ് ആത്മീക ജീവിതത്തിന് കരുത്തും ധൈര്യവും നൽകത്തില്ല. നമുക്ക് ആത്മീക ജീവിതത്തിൽ ബലവും ധൈര്യവും ഉണ്ടാകണമെങ്കിൽ തിരുവചനത്തിൽ നിന്നാണ് അറിവുണ്ടാകേണ്ടത്. ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഈ തിരുവചനത്തിന് നിരക്കാത്ത ഒത്തിരി വ്യാഖ്യാനങ്ങൾ ആളുകൾ വ്യാഖ്യാനിക്കും. പക്ഷെ അതിനേക്കാളെല്ലാം പ്രധാനമാണ് നിങ്ങൾ തിരുവചനത്തിൽ നിന്നും യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ ഗ്രഹിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ജീവിതത്തെ സമർപ്പിച്ച് കൊടുക്കുക. ഇത് ക്ലാസ് ആണ്, അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഇന്റർവെല്ലൊക്കെ വേണമെങ്കിൽ ഞാൻ തരാം. ഉറങ്ങി കാണിക്കാതിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ക്രമീകരിക്കാം. അപ്പോൾ ആത്മനിറവ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, അല്ലേ? ഇല്ലേ? അത് പറയാനത്ത് എത്ര മടി, സംശയമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഇവിടെ ഈ 1-ാം നൂറ്റാണ്ടിൽ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകൾ കൊടുത്തതല്ല, ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അവിടെ പരിശുദ്ധാത്മാ നിറവും അതിനോടനുബന്ധിച്ച്
അന്യഭാഷാ ഭാഷണവും ഉണ്ടായി എന്നാണ് തിരുവചനം പറയുന്നത്. അതാരെങ്കിലും കൊടുത്തതല്ല. ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരെയും യോഗ്യമാക്കി അങ്ങനെ അവർ സംസാരിച്ചു. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇനി ആത്മനിറവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആത്മനിറവെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരനുഗ്രഹമാണ്, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരനുഭവമാണ്. അത് തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ ഇവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇവർ തന്നെ പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എല്ലാം ദൈവം അവരെ ആത്മാവിൽ നിറച്ച ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണാനായി കഴിയും. ഇനിയും നിങ്ങളുടെ നോട്ടിൽ ആദ്യം എഴുതുക, പരിശുദ്ധാത്മ നിറവിന്റെ ഉദ്ദേശങ്ങൾ. പരിശുദ്ധാത്മ നിറവിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസ്. ഉദ്ദേശങ്ങൾ, പർപ്പസ്. പരിശുദ്ധാത്മ നിറവിന്റെ ഉദ്ദേശങ്ങൾ. ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തിയുടെയും പിന്നിൽ ദൈവീക ഉദ്ദേശങ്ങളുണ്ട്. സാധാരണ ഉദ്ദേശമല്ല, പിന്നെന്തുണ്ട്? ദൈവീക ഉദ്ദേശമുണ്ട്. നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചു. പല സ്ഥലങ്ങളിൽ നമ്മൾ പാർക്കുന്നു. പല ആകൃതി, നിറം, വിദ്യാഭ്യാസം, സംസാരം, ഇങ്ങനൊക്കെ പല കാര്യങ്ങൾ നമ്മളിൽ വൈവിധ്യങ്ങളായിട്ടുണ്ട്. അതിൽ നന്മയായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. തിന്മ പലപ്പോഴും നമ്മൾ നമ്മുടേതായ അവിവേകം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ ഒക്കെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന, ജീവിതം നന്മയ്ക്കും നല്ല മനുഷ്യത്വത്തോടുകൂടി ജീവിക്കാനുള്ളതാണ്. അതാണ് ദൈവോദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ആരാണ് ദൈവം? ദൈവത്തിന്റെ ധാർമ്മികത, വിശുദ്ധി, മൂല്യം, സംസ്കാരം, ഇതൊക്കെ ഏറ്റവും ഉന്നതമാണ്. അങ്ങനെയുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ദൈവം നമ്മളെ വിളിച്ചു, അല്ലെ? ദൈവം വിളിച്ചു. ഞാൻ ഈ കർത്താവിന്റെ ദാസനുമായിട്ട് ഒരുമിച്ച് തിരുവചനം പഠിച്ച ആളാ. അദ്ദേഹം ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പപ്പയും അവിടെ ഉണ്ട്. ഞാൻ ഈ വീട്ടിലോട്ട് വന്നിട്ട് ഇവര് രണ്ടുപേരും നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുവോ? അങ്ങനെ വിളിക്കത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്ത? അങ്ങനെ വിളിക്കാൻ അറിയാമെന്നുകൊണ്ടല്ല, അങ്ങനെ വിളിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണും. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കാത്ത എന്താ? എനിക്കൊരു സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിനൊരു മൂല്യമുണ്ട്. അപ്പൊ അത് വെച്ച് ഞാൻ ഇടപെടുമ്പോൾ എൻ്റെ സ്വഭാവത്തിലും ഇടപാടിലും സംസാരത്തിലും എല്ലാം ആ മൂല്യം വരും. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള വിളി അവോയ്ഡ് ചെയ്യും. അങ്ങനാണെങ്കിൽ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മൂല്യം എത്ര വലുതാ. ദൈവം നിങ്ങളെ വിളിച്ചു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനും ആ വിളിക്കും ഒരു ദൈവോദ്ദേശം ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയോ വലിയ അർത്ഥം, എത്രയോ വലിയ മൂല്യം, എത്രയോ ഉന്നതമായ ഒരു സത്യം ജീവിതത്തിലുള്ളവരാണ്. ഇപ്പൊ പരിശുദ്ധാത്മ നിറവിന്റെ ഉദ്ദേശങ്ങൾ വെറുതെ അങ്ങ് നിറവും അഭിഷേകവും ഒക്കെ അങ്ങ് തന്നേക്കുമല്ല. നമ്മളൊക്കെ അങ്ങ് പ്രാർത്ഥിക്കോ, എന്നെ നിറയ്ക്കണേ, എന്തിനാ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ട്രാക്ട് പോലും ഇന്ന് വരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, പക്ഷെ ദിവസവും നിറവ് വേണം. എന്തിനീ നിറവൊക്കെ? കുറെ കാശുണ്ടാക്കാനാണോ? അല്ലെ കുറച്ച് ഹീറോ ആകാനാണോ? അല്ലെ ദൈവത്തെ പോലും ചിലർ ഇപ്പൊ അങ്ങ് അമ്പരപ്പിക്കുന്ന രീതിയിൽ നടക്കുക. ദൈവം അമ്പരക്കത്തൊന്നുമില്ല കേട്ടോ. ഇവര് ചിന്തിക്കുകയാണ് അങ്ങനെ. ഇതിനൊക്കെയാണോ? എന്തിനാണ് നിറവ്? എന്നെ ഇനിയും നിറയ്ക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാ? സുവിശേഷം പറയത്തില്ല, മനുഷ്യത്വം കാണിക്കത്തില്ല. നിങ്ങളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ, ഇതൊരു പഠിപ്പീര, പൊതുവായിട്ട് അങ്ങ് പറയുക. ഇനി ആരെങ്കിലും ആണെന്ന് അവരങ്ങ് ധരിക്കുകയാണെങ്കിൽ ദൈവത്തോട് സംസാരിക്കുക, എന്നോട് സംസാരിക്കണ്ട. മനുഷ്യത്വം ഇല്ല,
ദുഷ്ടത, ആളുകളെ കുറിച്ച് ഒന്നും നല്ലത് പറയത്തില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളെയും അടിച്ചിരുത്തുന്ന രീതിയിൽ വിമർശിക്കുക. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ പറയാം നിറവ് 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 നിറയ്ക്കുക. അപ്പൊ പരിശുദ്ധാത്മ നിറവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ പല ആളുകളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ച്. ഒരു വ്യക്തിയെ ദൈവം ആത്മനിറവുള്ള ആളായിട്ട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ആരെ കുറിച്ചാ പറയുന്നത്? ആരെ കുറിച്ചാ? യോഹന്നാനെ കുറിച്ചോ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. ഒത്തിരി യോഹന്നാന്മാരുള്ളതുകൊണ്ട് ഇവിടെ ആരെങ്കിലും കാണും. അവരെ കുറിച്ചൊന്നും അല്ല. യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അദ്ദേഹം ജനിച്ച് കുറെ നാൾ കഴിഞ്ഞ് കിട്ടിയതല്ല. ഇപ്പോഴേ ഈ പ്ലാൻ ദൈവത്തിനുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമുക്കറിയാം. ഉദ്ദേശം എന്താണ്? പ്രവാചക ദൗത്യവുമായി യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം, പ്രവാചക ദൗത്യവുമായി കർത്താവിന് പാതയൊരുക്കുന്നു. പ്രവാചക ദൗത്യവുമായി കർത്താവിന് പാതയൊരു. ഞാൻ ഈ പതുക്കെ പറയുന്നത് എഴുതാനാ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എന്നോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. ഇത്രയും പതുക്കെയല്ലേ പറയുന്നത്. അതോ ഇതിപ്പം ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറയത്തുള്ളേ, അങ്ങോട്ടൊന്നും ഓടി വരത്തൊന്നുമില്ല. ഇവിടെ ഇന്നിങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ജനനം, വളർച്ച, ജീവിതം, ഇതിനെല്ലാം ഒരു അർത്ഥമുണ്ട്. ഈ തിരിച്ചറിവ് യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നിരാശയോട് ചിന്തിക്കാറില്ലേ? നിങ്ങളല്ല, ഒരു ചോദ്യമാണ്. ആ നിരാശ കൂടി വരുമ്പോൾ ചിലപ്പോൾ ആരോ കേൾക്കാതെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എന്തിനു ജീവിക്കുന്നു? ഇങ്ങനെ ജീവിച്ചത് കൊണ്ടുള്ള അർത്ഥം എന്താ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മനിറവുള്ള ആളുകൾക്ക് ആ ഒരു ചോദ്യം ഇല്ല. കാര്യം അവർക്ക് അറിയാം അവരെന്തിനാ ജീവിക്കുന്നത്. ഇപ്പൊ യോഹന്നാൻ സ്നാപകൻ എന്തിനാ ജീവിക്കുന്നതെന്ന് അയാൾക്കറിയാം. ആ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് പറയുമ്പോൾ ആ പ്രധാന ഉദ്ദേശം കർത്താവിന് മുന്നോടിയായി വന്ന് കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു പ്രവാചക ദൗത്യമുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മുഴുവൻ വ്യക്തിത്വത്തിലുണ്ട്. ആന്തരികവും ബാഹ്യവുമായ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതാണ് ഈ ആത്മനിറം. യോഹന്നാൻ സ്നാപകനെ നമ്മളിപ്പം പഠിക്കുന്നത്. ആന്തരിക ജീവിതത്തിലുമുണ്ട്, ബാഹ്യ ജീവിതത്തിലും അത് ക്രിയ ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിന്താലോകവും പ്രവൃത്തിയുടെ ലോകത്തിലും അതിന്റെ പ്രവൃത്തിയുണ്ട് ഈ ആത്മനിറവിന്റെ. അല്ലേ? ചിലപ്പോൾ നമുക്ക് ചിന്താലോകത്തിൽ കാണത്തില്ല, പക്ഷെ സഭാ ഹാളിനകത്ത് പ്രവൃത്തി കാണും. ചിന്താലോകത്തിലൊന്നും കാണത്തില്ല. ചിലപ്പോൾ ചില മണിക്കൂറുകളിലേക്ക് ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. വെളിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അടുത്ത ആഴ്ച വരണം ഇത് ഓർക്കാൻ. അങ്ങനെയും ജീവിക്കാറുണ്ട്. പക്ഷെ യോഹന്നാൻ സ്നാപകൻ അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള, അല്ലെങ്കിൽ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ സ്നാപകന്റെ ലൈഫിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നുണ്ട്. 20-ാമത്തെ വാക്യം 1:20 മുതൽ 19-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു.
നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും. യോഹന്നാന്റെ സുവിശേഷം 1:19 അവിടെ ഗബ്രിയേൽ ഒന്നുമില്ല. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ. അപ്പൊ ഒന്നാമത്തെ ഒരു ടെസ്റ്റ് ആൻഡ് ടെംപ്ടേഷൻ. യോഹന്നാൻ ആത്മനിറവുണ്ട്, ഇപ്പൊ ഇതിന്റെ മുമ്പിലാണ്. യോഹന്നാന്റെ അടുക്ക കുറെ ആളുകളെ അയച്ചു, യെരൂശലേമിൽ നിന്നും വന്നവരായി. കാരണം മരുഭൂമിയിൽ പ്രസംഗിക്കുക, യോർദാന്റെ കരയിൽ ഒക്കെ വലിയ സ്നാനവും ആളുകളൊക്കെ അദ്ദേഹം നിൽക്കുന്നിടത്തേക്ക് ചെല്ലുക മാത്രമല്ല, ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അങ്ങ് ചോദിക്കുക. അത്രയ്ക്ക് വലിയ എഫക്റ്റ് ദൈവത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അവിടെ നടക്കുക. അപ്പോൾ അക്കാലത്തുള്ള ഈ മതനേതാക്കന്മാർ വരണ്ടുപോയി. ഇതാരാ? അവര് വലിയ മോടിയുള്ള സ്ഥലത്തിരുന്ന് പറഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഒരുത്തൻ അത്ര കണ്ടാൽ ആകർഷിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു ജീവിത രീതിയുള്ള ആള്, വസ്ത്രവും ഭക്ഷണവും ഒക്കെ വേറെയാ. പക്ഷെ അദ്ദേഹം മരുഭൂമിയിൽ അവിടെ നിന്ന് പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ ചെല്ലുന്നു. അപ്പൊ ആളുകൾ, ഇവിടെയുള്ള ഈ വലിയ നേതാക്കന്മാർക്ക് അതത്ര പിടിച്ചില്ല. അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. പ്രധാനമായിട്ട് അവർക്ക് അറിയേണ്ടത്, ഇദ്ദേഹം അവർക്ക് അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്തിന് ഒരു പേടി സ്വപ്നമാകുമോ? അതാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. അതിന് അവർ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ: നീ ആരാണ്? ഒന്ന്, ക്രിസ്തുവാണോ? ഒന്ന്, മശിഹയാണോ? ഇത്രയും ആളുകൾ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പുറകിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു തോന്നലുണ്ടായി, മശിഹയാണ്. അങ്ങനെയാണെങ്കിൽ ആ മശിഹ ഞങ്ങളെയല്ലേ ഏറ്റവും കൂടുതൽ അംഗീകരിക്കണ്ടേ? ഞങ്ങളുടെ അടുക്കലൊന്നും വരുന്നതും ഇല്ല. അപ്പൊ പിന്നെ മശിഹയാണെന്ന് അല്ലയോ എന്നൊന്നറിയണം. ചോദ്യം നമ്പർ 1. അപ്പൊ അദ്ദേഹം എന്താ മറുപടി പറഞ്ഞേ? അവിടെ പറഞ്ഞു, അല്ല, ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞു. അടുത്തത്, പിന്നെ എന്തോ, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല. അപ്പം അവര് പ്രധാനമായിട്ടും സൂപ്പർമാൻമാരെന്ന് കണ്ടിരിക്കുന്ന 3 പേരെ ചോദിച്ചു. അതാണോ ഇദ്ദേഹം എന്നറിയണം. ക്രിസ്തു ആണോ എന്ന് ചോദിച്ചു, അല്ല. പിന്നെ ഏലിയാവ് മരിച്ചിട്ടില്ലെന്ന് അവർക്കറിയാം, ഇനി അദ്ദേഹം വന്നതാണോ എന്നറിയാൻ അദ്ദേഹം ആണോ എന്ന് ചോദിച്ചു, അല്ല. പിന്നെ ഒരു വലിയ പ്രവാചകൻ ഉണ്ടാകുമെന്ന് പണ്ട് പറഞ്ഞല്ലോ, ഇനി അദ്ദേഹമാണോ? ഒത്തിരി പ്രവാചകർ ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ദൈവദാസൻ എന്നെക്കാളൊക്കെ കാര്യത്തിൽ സമർത്ഥനാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ. അവരെ ഒന്നും ഇവരത്ര ഗവനിച്ചതുമില്ല. എന്നാൽ ഇനി അന്ന് പറഞ്ഞ ആ പ്രവാചകനാണോ? ആ പ്രവചനം ഉണ്ടല്ലോ, ഒരു പ്രവാചകൻ എഴുന്നേക്കും, അതാണോ? ഈ 3 പേരും അല്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ ആത്മനിറവോടെ നിൽക്കുന്നു. യോഹന്നാനെ വെല്ലുവിളിക്കുന്നത് എന്തിനാ? യോഹന്നാനെ കുറിച്ചൊക്കെ സംസാരിക്കാനാ. പക്ഷെ യോഹന്നാൻ ഈ ആത്മനിറവ് പ്രാപിച്ച് നിൽക്കുന്നതിന്റെ ദൗത്യം എന്താ? യേശുവിനെ കുറിച്ച് പറയാനാ. പക്ഷെ വെല്ലുവിളി ആരെ കുറിച്ച് പറയാനാ? യേശു എന്നൊരു അക്ഷരം പോലും അവർ ആ ക്രിസ്തു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. യേശുവിന്റെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടെന്ന് അറിയാനല്ല യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് ആളുകൾ വന്നത്. വെല്ലുവിളിയുണ്ടോ? അവിടുത്തെ ഒരു ഒന്നാമത്തെ ഒരു പ്രലോഭനം, കൂടുതൽ നിന്നെക്കുറിച്ച് സംസാരിക്കും. അതിന് മതത്തിന്റെ ആളുകൾ വന്നു. നീ ആരാണെന്ന് ഞങ്ങളോട് പറ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഇദ്ദേഹം ആത്മനിറവ് പ്രാപിച്ച് ഇങ്ങനെ നിൽക്കുക. അതിന്റെ ഉദ്ദേശം എന്താണ് കുഞ്ഞുങ്ങളെ? യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഈ ഒരു വെല്ലുവിളിയും പ്രലോഭനവും നമുക്ക് എക്കാലത്തും ജീവിതത്തിലുണ്ട്. നമ്മളെ കുറിച്ച് കൂടുതൽ പറയുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നമ്മളെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊള്ളട്ടെ, അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ആത്മനിറവുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രധാന ഉദ്ദേശം അതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ യേശുവിനെ ഉയർത്തണം. അതിനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. അതിനാണ് ദൈവം നിങ്ങളെ വേർതിരിച്ചത്. അതിനാണ് ദൈവം നിങ്ങളെ നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോളണം.
അപ്പോൾ ഇതൊരു പ്രധാന വെല്ലുവിളിയല്ലേ? നീ ആരാന്ന് പറ. പക്ഷെ അദ്ദേഹം അങ്ങനെയാണോ പറഞ്ഞേ? അദ്ദേഹം ആരാണെന്നൊന്ന് പറഞ്ഞു. അദ്ദേഹം ആരല്ലെന്ന് പറഞ്ഞു. ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, പ്രവാചകനുമല്ല. പിന്നെ ആരാ? അവിടെ തീരുന്നില്ല. പിന്നെ അടുത്ത അദ്ദേഹത്തിന് അധികാരത്തെ ചോദ്യം ചെയ്യും. പിന്നെ നീ എന്താ സ്നാനപ്പെടുത്തുന്നു? അതാണ് അടുത്തത്. പോകുന്നില്ല. പരീശന്മാര് വന്നു. അപ്പൊ അവരോടെല്ലാം കൃത്യമായ മറുപടി യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം പറഞ്ഞു. 23-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. കണ്ടോ, ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് കണ്ടോ? ജീവിച്ചിരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അറിവ് കണ്ടോ? ജീവിതത്തിന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് കണ്ടോ? ജീവിതത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള അറിവ് കണ്ടോ? ജീവിതത്തിൽ പാലിക്കേണ്ട സത്യത്തെക്കുറിച്ചുള്ള അറിവ് കണ്ടോ? ഇതൊക്കെ അങ്ങ് എഴുതിക്കോണോ. എല്ലാം കൂടെ എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ എല്ലാവരും എന്നെ നോക്കിയിരിക്കുക. ഈ അറിവുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ അറിവെല്ലാം എവിടുന്നാ തുടങ്ങിയ? തിരുവചനത്തിൽ നിന്ന്. നോക്കൂ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ വ്യാഖ്യാനിച്ച് തിരുവചനത്തിൽ നിന്ന് അല്ലേ? എന്താ അദ്ദേഹം പറയുന്നേ? നിങ്ങൾ ചോദിച്ച ആളൊന്നുമല്ല ഞാൻ. നിങ്ങൾ ഇത്രയും കാലം തിരുവചനം വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളായിപ്പോ ഞാൻ. കാര്യം, നിങ്ങളിത് വായിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പിടികിട്ടിയില്ല. ആളാ യെശയ്യാ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞതാ. കർത്താവിന്റെ വഴി നേരെയാക്കുവേൻ എന്ന് മരുഭൂമി വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാണ്. അപ്പൊ ആത്മനിറവ് എന്തിനാണ് യോഹന്നാനോ? ഈ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി വഴിയൊരുക്കുക. അത് ചെയ്യാതിരിക്കാനായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഈ ആത്മനിറവ് അദ്ദേഹത്തിലുണ്ട്. മനസ്സിലാകുന്നോ? സമ്മർദ്ദങ്ങളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കുക. അങ്ങനെ അതിജീവിക്കാനായിട്ട് അദ്ദേഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മറ്റൊരു പരമാർത്ഥം ദൈവവചനമാണ്. വേദപുസ്തകം വായിക്കണം. നിങ്ങളോട് ഞാൻ കൈവക്കാനൊന്നും പറയുന്നില്ല. എത്ര പേര് ഈ വേദപുസ്തകം ഇത്രയും വർഷം ജീവിച്ചതിനിടയിൽ ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി വായിച്ച് തീർത്തു എന്ന് കൈവക്കാനായി ഞാൻ പറയുന്നില്ല. ഈ ക്ലാസ് കൊണ്ട് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. വേദപുസ്തകം വായിക്കുക. ഇനി വേദപുസ്തകം വായിക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു മോഡൽ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് രക്ഷിക്കപ്പെട്ട കാലം മുതൽ ചിന്തയുള്ള ആളാണ്. എങ്കിലും 2007 ഞാൻ സദേൺ ഏഷ്യ ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് 2004 ഞാൻ പഠിക്കാൻ കയറി. അന്ന് ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്നിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ്, ഈ കോളേജിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുള്ളതാണ്. പഠനമുറി, ലൈബ്രറി, ആഹാര മെസ്കോളിൽ കിട്ടും, താമസിക്കാൻ ഹോസ്റ്റല്, എല്ലാം, ഇവിടുത്തെ ലൈറ്റും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നിങ്ങൾ ന്യായമായും പറയും, അതിനെല്ലാം ഞങ്ങള് ഫീസ് തരുന്നുണ്ട്. അതും ശരിയാ. പക്ഷേ ഈ 3 വർഷത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഈ വേദപുസ്തകം മുഴുവനായി വായിച്ചു തീർക്കാതെയാണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ പരാജയം ഗ്രാജുവേഷന് മുമ്പ് ഡിഗ്രിക്ക് ലഭിച്ച A+ നോക്കിയല്ല, ഇത് നോക്കി വിലയിരുത്തപ്പെടുക. മനസ്സിലായോ പറഞ്ഞു? വേദശാസ്ത്രം പഠിക്കാൻ പോയിടത്ത് ഒരു തവണയെങ്കിലും ഇത് വായിച്ചു തീർത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇറങ്ങിപ്പോകുന്നതെന്ന് അദ്ദേഹം ഒരു വലിയ ചലഞ്ചാണ് ജീവിതത്തിൽ ഇട്ടത്. ഞാനത് അങ്ങനെ ഏറ്റെടുത്തു. ഇനി ബൈബിൾ വായിക്കുന്നതിന് ഞാനൊരു ചെറിയ മോഡൽ പറയും. ബൈബിൾ വായിക്കാൻ ഒരുപാട് രീതികളുണ്ട്. എങ്കിലും ഇത്
നിങ്ങൾക്കും നാളെ ഒരു അധ്യാപകനും പ്രഭാഷകനും ഒക്കെ ആകാൻ പറ്റിയ ഒരു രീതി പറയും. നിങ്ങൾ ബൈബിൾ വായിക്കാനായിട്ട് എടുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവമക്കളെ ഒരു ക്വയറ്റ് ടൈം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ പേര് മെഡിറ്റേഷൻ, തിരുവചനവും ധ്യാനം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ 1 കൊരിന്ത്യർ 1 മുതൽ 10 വരെ എടുക്കണ്ട കേട്ടോ, പറയുന്നത് കേട്ടോ. 10 വരെ അങ്ങ് എടുക്കുക, ധ്യാനത്തിന് വായിച്ച് ധ്യാനിക്കാൻ. ആ 1 മുതൽ 10 വരെയുള്ള തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ 3 ചോദ്യം മനസ്സിൽ വെക്കുക. നമ്പർ 1, ഈ 10 വാക്യത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അത് നോട്ട് ചെയ്യുക. ദൈവത്തെക്കുറിച്ച് ആ 10 വാക്യത്തിനകത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ദൈവം ആരെ, ദൈവം പ്രവർത്തിക്കുന്ന എങ്ങനെ, ദൈവം എന്താവശ്യപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ അവിടെ കാണാം. ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ. 1 കൊരിന്ത്യർ 1 മുതൽ 10 വരെയാണ് നിങ്ങൾ വായിക്കുന്ന റെഫറൻസ്. അതിനകത്ത് ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യവും ആൻസറും ഈ വായനക്കാരായ നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത്തത്. വായനക്കാരായ നമ്മൾ, റീഡേഴ്സ്, നമ്മൾ വായിക്കുമ്പം നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ മനസ്സിൽ വരേണ്ട ചോദ്യവും ആൻസറും, ഇത്രയും വായിച്ചല്ലോ, ഈ 10 വാക്യം വായിച്ചപ്പം ഞാൻ എൻ്റെ ലൈഫിന്റെ പക്വതയ്ക്ക് വേണ്ടി സ്വീകരിക്കേണ്ടതും എൻ്റെ ലൈഫിൽ സ്വീകരിക്കാതെ ഞാൻ മാറ്റി നിർത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സ്ക്രിപ്ചറിൽ. ഇതിനങ്ങോട്ട് ആൻസർ ചെയ്ത് വായിച്ചാൽ എല്ലാവരും ഒരുമാതിരിപ്പെട്ട അധ്യാപകരും പ്രസംഗകരും ഒക്കെ ആവും. പറഞ്ഞു മനസ്സിലായി? 1, ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. 2, വായനക്കാരായ നമ്മെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. 3, നാം സ്വീകരിക്കേണ്ടതും നാം ഉപേക്ഷിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നൊന്ന് ആൻസർ ചെയ്തേ, വായിച്ച്. അങ്ങനെ അങ്ങോട്ട് ബൈബിളൊക്കെ വായിക്കും. അങ്ങനെ വായിച്ചോണ്ടല്ലോ നിങ്ങളുടെ ഷെൽഫിൽ അടുക്ക് കണക്കിനും നോട്ട്ബുക്കുകളിരിക്കും. അങ്ങനെ വായിച്ച് നോക്കൂ. അതല്ല, പാസ്റ്റർ പറഞ്ഞ ഉടനെ യോഹന്നാന്റെ സുവിശേഷം 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പോവാ. എന്തു വായനയാ അത്? ഈ രീതിയിൽ തിരുവചനം വായിക്കുമ്പോൾ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ സ്വഭാവം കൊണ്ട് ഉണർവുണ്ടാക്കും. ഉടൻ തന്നെ ഒന്നും ചിലപ്പോൾ എഴുന്നേൽപ്പിച്ചെന്ന് വരത്തില്ല. സ്വഭാവം കൊണ്ട് അനേകർക്ക് സമാധാനം കൊടുക്കും. മനസ്സിലായോ? അത് യോഹന്നാൻ സ്നാപകന്റെ സ്വഭാവം. തിരുവചനത്തിൽ നിന്നുള്ള വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് പറയുക. നിങ്ങൾ ചോദിക്കുന്നു ക്രിസ്തുവാണോ, നിങ്ങൾ ചോദിക്കുന്നു ഏലിയാവാണോ, നിങ്ങൾ ചോദിക്കുന്നു മോശയാണോ? അല്ല, ഞാൻ ഇതൊന്നും അല്ല. ഞാൻ ആരാണെന്ന് വ്യക്തമാ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാത്രമേ. എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മയിൽ തുടരാൻ, എന്നെ കൂടെ കൂട്ടുപിടിക്കാനാ ഈ ചോദ്യങ്ങളെല്ലാം, അല്ലാതെ നന്നാകാനല്ല. എന്നിട്ട് അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തേക്കും പറയാണ്, അവിടുത്തെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പൊ അവര് ആദ്യം വന്ന് ചോദിച്ച ചോദ്യം തന്നെ യോഹന്നാനോട് ചോദിക്കുന്ന ക്രിസ്തു ആണോ. ചെരുപ്പിനെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അതിന് അന്നത്തെ കാലത്ത് ഒരു സാംസ്കാരിക വ്യാഖ്യാനം നമ്മൾ എടുത്താൽ, അക്കാലത്ത് ഈ ചെരുപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നുമില്ല. വലിയ പ്രമാണിമാർക്കും കാശുള്ളവർക്കൊക്കെ ഉള്ളു അക്കാലത്ത് ചെരുപ്പ്. ഇന്നത്തെ VKCയുടെ ചെരുപ്പൊന്നും അല്ല ഈ പറയുന്നത്. 2024 വർഷങ്ങൾക്ക് മുമ്പുള്ള ചെരുപ്പാ. നിങ്ങളാരും ഇവിടെ സ്വപ്നം കാണരുത് യേശു ആക്ഷൻ ഷൂ ഇട്ടുകൊണ്ട് നടന്നെന്ന്, ലൈറ്റ് കത്തുന്നത്. ആ മോക്കങ്ങ് ഇഷ്ടപ്പെട്ടു, ചിരിക്കും സന്തോഷിച്ച്.
ആ കുഞ്ഞെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. അത്രയും വർഷങ്ങൾക്ക് പഴയതാ. അപ്പൊ ആ ഒരുമാതിരിപ്പെട്ട നിലയും വിലയൊക്കെ ഉള്ള പാർട്ടികൾക്കൊക്കെ ഉള്ളു, എല്ലാവർക്കും ഒന്നുമില്ല, അടിമയ്ക്ക് പ്രത്യേകിച്ചില്ല. അപ്പൊ ഈ ചെരുപ്പൊക്കെയുള്ള ധനാട്ടിന്മാരും പ്രഭുക്കന്മാരും പ്രമാണിമാരും ഒക്കെ പല സ്ഥലത്തൊക്കെ നടന്നിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഇവരുടെ അടിമകളാണ് ഈ ചെരുപ്പിന്റെ വാറഴിക്കുന്നത്. പലപ്പോഴും അടിമകളാ. ഇപ്പൊ യോഹന്നാൻ ഒന്നാമത്തെ പോയിന്റ്, അതായത് ഈ ആത്മനിർഭരന്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നീ ക്രിസ്തു ആണോ? ഞാൻ അവന്റെ ചെരുപ്പിന്റെ വാറുപോലും അഴിക്കാൻ യോഗ്യനല്ലെന്ന് പറയുമ്പം ഒരു അടിമയുടെ സ്ഥാനത്ത് പോലും എന്നെ നിർത്തി എന്റെ യേശുവിനോടൊപ്പം എന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. എത്ര വലിയ സ്വഭാവം, എത്ര വലിയ സംസ്കാരമാണ് ആ കാണിച്ചത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ പോലും എന്നെ ഈ ഉന്നതനായ കർത്താവിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത് അതിന് വേറൊരു അർത്ഥം, അന്നത്തെ കാലത്ത് റബിമാർക്കൊക്കെ ശിഷ്യന്മാരുണ്ട്. പക്ഷെ ഈ ശിഷ്യന്മാരെയും ഈ റബിമാരൊരിക്കലും ചെരുപ്പഴിക്കാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അടുത്ത താരതമ്യ പഠനം യോഹന്നാൻ പറഞ്ഞു, ഞാൻ അവന്റെ ഒരു ശിഷ്യനായി പോലും ഇരിക്കാൻ ഞാൻ യോഗ്യനല്ല. എവിടെയാ ഇത് പറയുന്നത്? ഉലകരക്ഷിതാവും ലോക സൃഷ്ടിതാവുമായ പ്രപഞ്ചത്തിന്റെ നാഥനായ യേശുവിനോട് കമ്പയർ ചെയ്ത് പറയാൻ എനിക്ക് ഒരു അവകാശവുമില്ല. അവിടുന്ന് തന്നതല്ലാതെ ഒന്നുമില്ല. അവിടുന്ന് തന്ന ഉത്തരവാദിത്വവും നിറവുമാണ് ഞാൻ ഈ ചെയ്തത് മൊത്തം. അതിനപ്പുറത്തൊന്നും എനിക്കില്ല. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റപ്പ് നമുക്കുണ്ടോ? അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ആത്മനിർഭർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ജീവിത സമർപ്പണത്തിലേക്ക് വരണമെന്നൊരു ദാഹം നിങ്ങൾ പ്രാപിച്ചെടുത്തിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിറവ് കൊണ്ട് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടുന്ന് ആദ്യം ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ പതുക്കെ ഇവിടെ സംസാരിക്കത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുക, ദൈവാത്മാവിലെ ഈ ചിന്തയല്ല. ഈ കർത്താവിന്റെ ദാസൻ അറിയാം, ഞാൻ ഒരു കാലത്ത് ഏറ്റവും വലിയ വിമർശകനായിരുന്നു. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം. വലിയ വിമർശകനായിരുന്നു ഞാൻ വിചാരിച്ച് ഞാൻ ഏതാണ്ടൊക്കെ അങ്ങ് നേടിയെന്നായി വിമർശിച്ച് കിടന്ന്. എന്ന് പറഞ്ഞാൽ ഈ തെറ്റിനെ വിമർശിക്കുകയൊന്നുമല്ല, ഞാൻ ഈ പുസ്തകത്തെയും തന്നെ ചുമ്മാ അങ്ങ് വിമർശിക്കുക. വെറും പൊട്ടത്തരം. കുറെ കാലം കഴിഞ്ഞ് അതെനിക്ക് മനസ്സിലായി കേട്ടോ കുഞ്ഞുങ്ങളെ. വെറും പൊട്ടത്തരമാണെന്ന് പിന്നെ കുറെ കാലം കഴിഞ്ഞ മനസ്സിലായി. അപ്പൊ ഞാനൊരു ഇലിസ്ട്രേഷൻ കേട്ടു ഒരു പ്രസംഗത്തെ, അവിടെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഒരാള് ഒരു കടൽക്കരയിൽ ഇരിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് ദൈവത്തെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, ദൈവം ഇല്ലെന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ എത്താൻ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക അല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോ വേറൊരാള് കടലിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു സ്പൂണുമായിട്ട് കുറച്ച് വെള്ളം കോരി കരയിലൊഴിക്കും, പിന്നെയും പോവും, വെള്ളം കോരി കരയിലൊഴിക്കും. കുറെ നേരമായിട്ട് ഇയാൾ ഇത് ചെയ്യുമ്പോ ഈ ചിന്തിച്ചോണ്ടിരിക്കുന്ന ദൈവം ഇല്ലെന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഈ പുള്ളിയോട് മറ്റേ പുള്ളി മറ്റേ പുള്ളി ആളിനോട് ചോദിച്ചു, എന്തോ ഈ കാണിക്കുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു, ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഞാൻ ഈ കടലങ്ങ് വറ്റിക്കാൻ പോവാ, ഈ സ്പൂണിൽ വെള്ളം കോരി കോരി. എന്തോ വിട്ടിത്തോ ഈ കാണിക്കുന്നത്? അത് തന്നെ നെയ്യും ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ കടല് സ്പൂണിൽ വെള്ളം കോരി വറ്റിക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള നിന്റെ ഈ ചിന്ത. അപ്പൊ അവിടെ എനിക്ക് ഭയങ്കര ഒരു ബോധമൊക്കെ വീണു. അവിടുന്നാണ് ഞാൻ പിന്നെ എന്റെ പഠനങ്ങളെല്ലാം ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് റെസ്റ്റ് ഇൻ ഹിം, കർത്താവിൽ വിശ്വസിക്കുക, അവനിൽ തന്നെ വിശ്രമിക്കുകയും ചെയ്യുക. അവിടുന്ന് ഞാൻ എന്റെ പഠനങ്ങൾ പിന്നെ വിപുലമാക്കി കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പോൾ ദൈവമക്കളെ, സുപ്രീമേസി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഔന്നത്യം യോഹന്നാൻ അവതരിപ്പിച്ചു കൊടുക്കുക. അപ്പൊ യോഹന്നാന് ദൈവം കൊടുത്ത ആത്മനിറവിന്റെ ഉദ്ദേശം എന്തായിരുന്നു മക്കളെ? ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് ആ യഹൂദന്മാരുടെ മുമ്പിൽ അവരുടെ മശിഹയുടെ മിഷൻ അവതരിപ്പിക്കുക.
അത് വിശ്വസ്തയോടെ ചെയ്തോ? അതോ കിട്ടിയ അവസരത്തിൽ ഞാനാണ് മഷിക എന്നും പറഞ്ഞ് പുട്ടടിച്ചോ? കാശെല്ലാം ഉണ്ടാക്കി. ഇപ്പൊ പലരും ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേനെ. യോഹന്നാൻ സ്നാപകൻ അത് ചെയ്തില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മനിറവിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എഴുതിക്കോ. ആത്മിക വരങ്ങളുടെ സമ്പന്നതയേക്കാൾ, വേണ്ടാന്നൊന്നും അല്ലേ, ആത്മീക വരങ്ങളെല്ലാം വേണം. അടുത്ത സെന്റൻസ് പറയുമ്പോൾ മനസ്സിലാവും. ആത്മീക വരങ്ങളുടെ സമ്പന്നതയേക്കാൾ ആത്മഫലത്തെ പൂർണ്ണതയിലെത്തിക്കുക. ആത്മിക വരങ്ങളുടെ സമ്പന്നതയേക്കാൾ ആത്മഫലത്തെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് ആത്മനിറവിന്റെ തെളിവായി കാണുന്നത്. അന്യഭാഷ മാത്രമല്ല കേട്ടോ. കിട്ടിയില്ല? ഒന്നുകൂടെ പറയാം. ആത്മിക വരങ്ങളുടെ സമ്പന്നതയേക്കാൾ ആത്മഫലത്തെ പൂർണ്ണതയിലെത്തിക്കുക. ആത്മഫലത്തെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് ആത്മനിറവിന്റെ തെളിവായി കാണുന്നത്. പറഞ്ഞു തരാം അതെന്താന്ന്. തെളിവായി കാണുന്നത് ബൈബിൾ ക്ലാസ് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയവും യുക്തിയും ഒക്കെ ഇളകുന്നതും. പക്ഷെ അത് കാര്യമായി പഠിക്കുമ്പോൾ അതെല്ലാം ഒതുങ്ങുകയും ചെയ്യും. പിന്നെ ബൈബിൾ ക്ലാസ് ഈ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസനെ കോട്ടയത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ സഭയിൽ വന്ന് ക്ലാസ് എടുത്തു. ശരിക്കും ഞാൻ ആ ക്ലാസ് ഇരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് ചില ചിന്തകൾ മാറി. അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ മാറാൻ ദൈവം പറയുമ്പോൾ, ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുമ്പോൾ മാറാനുള്ള ഒരു മനോഭാവം കൂടെ വേണം. ഇല്ല എന്റേത് മാത്രമാണ് സത്യം എന്നും പറഞ്ഞിരുന്നാൽ പ്രശ്നം. അങ്ങനെയും കൂടെ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പൊ ഈ ആത്മഫലം നമ്മൾ ഇനി ഈ സെഷനിൽ അത് കുറച്ച് ഡിസ്കസ് ചെയ്യും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിള്ളേരൊക്കെ ആത്മഫലം പറഞ്ഞ് ട്രോഫി മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. ആത്മാവിന്റെ ഫലം പോയിന്റ് കുറഞ്ഞാൽ ഈ ട്രോഫി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും ചെയ്യും. ആത്മാവിന്റെ ഫലം, അടുത്ത ഫലം. അപ്പോ നിങ്ങളുടെ എന്തോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ യവനക്കാരുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, 10-40 വയസ്സുള്ള ആളുകൾക്ക് വരെ വരാം. അവരൊക്കെ വന്ന് ചില സമയത്ത് ഇതിന്റെ പ്രസംഗമുണ്ട്. ആത്മഫലം, ആത്മാവിന്റെ ഫലം. കാണാ പറഞ്ഞു, ട്രോഫി കിട്ടി, ക്യാഷ് പ്രൈസ് കിട്ടി. പക്ഷെ ലൈഫിലും അദ്ദേഹം പറഞ്ഞു ഇച്ചിരി കഴിയുമ്പം പ്രശ്നവും. അല്പം നിമിഷം കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ഒന്നുമില്ല, അതിന് വിരുദ്ധമായ ഒരു സ്വഭാവം. പക്ഷെ സന്തോഷത്തോടെ ജയ്യും വിളിച്ചു പോകുന്നുണ്ട്, റിബൺ കെട്ടി ട്രോഫിയായിട്ട്. പറഞ്ഞത് ഇതാ, പ്രസംഗം, നിത്യജീവൻ പ്രസംഗമാണ്, ദൈവസ്നേഹം പ്രസംഗമാണ്. പക്ഷെ ഇതൊന്നും എന്താന്ന് പോലും അറിയത്തില്ല ജീവിതത്തിൽ. വായിക്കാം. 1 കൊരിന്ത്യർ 1:8 വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. 1 കൊരിന്ത്യർ 1:8 വായിച്ചേ. ആണോ? ഒരു മിനിറ്റ്. ആ 6 മുതൽ വായിക്കും. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ആ സഭക്കാരുടെ ഒരു സമ്പന്നത എന്ന് പറയുന്നത് വചനത്തിലും പരിജ്ഞാനത്തിലും, പ്രാക്ടിക്കൽ നോളജും ഉണ്ട് അവർക്ക്, ദൈവവചനത്തിൽ നിന്നുള്ള ജ്ഞാനവും. ഇനി വായിച്ചോ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇനി അടുത്തത്, ഒരു കൃപാവരത്തിലും കുറവില്ല.
എല്ലാ കൃപാവരവും ഉള്ള ആളുകളാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഉപയോഗത്തിൽ വരുത്തിയ പാളിച്ചകളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലാ കൃപാവരവും ഉണ്ട്. ഇപ്പോ ആളുകൾക്ക് പൊതുവെ ഒരു കൃപാവരം മാത്രമേ ഉള്ളൂ, പ്രവചനം. അതും ഇപ്പൊ പറയുന്നത് നിങ്ങൾ അങ്ങ് പറഞ്ഞേക്കാനാ പറയും. അങ്ങനെയാണോ പ്രവചനം? അങ്ങനെയാണോ ജോബി പാസ്റ്റർ പ്രവചനം? നിങ്ങൾ അങ്ങ് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞിട്ടോ, അതൊക്കെ പ്രവചനം ആയിക്കൊള്ളും എന്നൊക്കെ ചിന്തിക്കുക. അതല്ല പ്രവചനം. അപ്പൊ ആ കൃപാവരം നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ദർശനവും വെളിപ്പാടും കാഴ്ചപ്പാടും ഒക്കെ. പക്ഷെ ഈ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ പരിശോധിച്ച് പഠിച്ചാൽ ദൈവവചനവുമായിട്ട് ബന്ധവും ഇല്ല, ചിലത് അങ്ങ് വലിയ ദുരുപദേശവും. ഇവിടെ പറയണ ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക എല്ലാം ഉണ്ട്. ഇനി ഇവർക്കൊരു വേറൊരു പ്രത്യേക ഗുണം കൂടുണ്ട്. അവര് കൃപാവരം എല്ലാം ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത യോഗ്യത എന്താണെന്നറിയോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് വലിയൊരു ആവേശമുണ്ട്, വലിയൊരു ചിന്തയുണ്ട്, ഒരു ഹോപ്പുണ്ട് അവർക്ക്. ഈ കർത്താവിന്റെ ദാസനൊക്കെ ഇതുപോലുള്ളവർ പ്രസംഗിക്കുമ്പം ഹോപ്പ് ഉണ്ടാകുന്നുണ്ട്, അല്ലാതെ അതിനെക്കുറിച്ച് വലിയ ഹോപ്പൊന്നും പലർക്കും അതിനെക്കുറിച്ച് ഓർമ്മ പോലും ഇല്ല. ഞാൻ എൻ്റെ മകനോട് പറയും, നീ എന്ത് പഠിച്ചാലും കൊള്ളാം, ഏത് ടോപ്പ് പൊസിഷനാ നീ എത്തിയാലും കൊള്ളാം, നീ ഒരു കാര്യം അറിഞ്ഞു കൊള്ളണം, യേശു വരും, നിന്റെ ലൈഫിന് യേശുവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കാനുള്ളതാണെന്നുള്ള ചിന്തയും അറിവും. അതാണ് ഏറ്റവും വലിയ അറിവ്. അതില്ലാതെ ബാക്കി എന്തെല്ലാം നേടിയെടുത്താലും അതിനൊക്കെ മരണം വരെ ആയുസ്സുണ്ട്, മരണം കഴിഞ്ഞാൽ ഇല്ല. നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസം, അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ആരോഗ്യമില്ലെങ്കിൽ ഇതുകൊണ്ട് എന്തോ ഗുണം? അല്ലേ? അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിന്റെ വരവിനെ കുറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പൊ അവര് നല്ലവരല്ലേ? എല്ലാ കൃപാവരവും ഉണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്, പരിജ്ഞാനവും ഉണ്ട്, ജ്ഞാനവും ഉണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും അവർക്ക് കുറഞ്ഞു പോയത് ആത്മഫലമാണ്. വായിക്കാം, 3-ാം അധ്യായം വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ വായിച്ച്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, കേട്ടോ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല. പൗലോസ് പറയുക, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് പോലെയല്ല. പിന്നെ ആരോട് പോലെയാണ് സംസാരിക്കുന്നത്? ജഡീകന്മാരോട് എന്ന പോലെ, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ. ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പൊ ഇവരുടെ സ്റ്റാറ്റസ് ഉണ്ടോ ലൈഫിന്റെ? ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവരിപ്പോ എങ്ങനെയുള്ളവരാ? ഈ നിറവിൽ, ഫലത്തിൽ ശൂന്യര. മുമ്പേ പറഞ്ഞ പോലെ കാണാതെ പഠിച്ച് പോയി പറഞ്ഞ് ട്രോഫി മേടിച്ച് നടക്കുന്ന പാർട്ടികളാ. അപ്പോഴും ഈ കൃപാവരങ്ങളൊക്കെ ദൈവത്തിന്റെ ദാനമല്ലേ? അത് ദൈവമല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ഞാനിവിടെ ഈ ദൈവദാസനോട് അല്ലെ ഈ കർത്താവിന്റെ ദാസനോട് പ്രവചിച്ചാൽ ഞാനല്ലല്ലോ, കർത്താവല്ലേ എന്നിലൂടെ സംസാരിക്കുന്നത്. എവിടെങ്കിലും പോയി പ്രാർത്ഥിച്ച് ഒരു രോഗി സൗഖ്യമായ കർത്താവല്ലേ സൗഖ്യപ്പെടുത്തിയേ? എനിക്കെന്തു അവിടെ റോള്? എന്നെ ഒന്ന് നിർത്തി എന്ന് മാത്രമല്ല അവിടെ. യേശുവല്ലേ ഇതെല്ലാം ചെയ്യുന്നേ? അങ്ങനെ എന്താ ചിന്തിക്കാത്ത? ഇവർക്ക് വരത്തിന്റെ ഉപയോഗത്തിൽ ശ്രേഷ്ഠരാ, വചനം പറയാനും ഇവരാരാ? ശ്രേഷ്ഠരാ. പിന്നെ അത്യാവശ്യം പരിജ്ഞാനമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആദ്യ കാലഘട്ടത്തിൽ വലിയ അലമ്പൊന്നുമില്ല, അത് പിന്നെ അലമ്പായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എവിടാ? ഈ ആത്മബലം എന്ന് പറയുന്ന കാര്യം ഇല്ലാതെ അങ്ങ് നടക്കും ഇപ്പൊ. അപ്പൊ അവരെ കുറിച്ച് പറയുകയാണ്. അവരെ കുറിച്ച് എന്താ പറഞ്ഞേ? പൗലോസ് അപ്പോസ്തലൻ അവരുടെ ലൈഫിനെ കുറിച്ച് പറയണം. ഒന്ന്, അവരിപ്പോൾ തീർത്തും ഒരു
ജഡികരുടെ അവസ്ഥയില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ ബഹുമാനിക്കാൻ കഴിയാതെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോവുക. അത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. ഇന്ദ്രിയങ്ങളുടെ അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാവിലെ ആരെങ്കിലും പ്രാർത്ഥിച്ചോ, കർത്താവേ ഇന്ന് പ്രഭാതമായി, ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചോ? വിസ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാണും. ഇതൊക്കെയാണോ പ്രാർത്ഥന? അങ്ങനെ ചിന്തിച്ചു അല്ലേ? എന്തോ പ്രാർത്ഥന? പുറകെ ഇരിക്കുന്നവർക്ക് കേൾക്കാവില്ല അല്ലേ? ഞാൻ കുഞ്ഞുങ്ങളെ നോക്കി ഒത്തിരി പറയുന്നത് എന്താണെന്നറിയോ? നെക്സ്റ്റ് ജനറേഷൻ, അടുത്തത് ഇവരാ. നല്ല അടിസ്ഥാനം ഇട്ട് കൊടുക്കണം അവർക്ക് എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും കേൾക്കാതിരിക്കരുതെന്നല്ല. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇതിനെല്ലാം ബാധ്യസ്ഥരാ. അപ്പോൾ ചിന്തിച്ച് ഇവരൊന്നാമത് അങ്ങനെ അങ്ങ് ആയിപ്പോയി. ഇന്ദ്രിയങ്ങളുടെ മോഹങ്ങൾക്കെല്ലാം കീഴ്പ്പെട്ട് അങ്ങ് ജീവിക്കുക. പക്ഷെ ഇതെല്ലാം അറിയാം. അത്യാവശ്യം അന്യഭാഷയുണ്ട്. അതിന്റെയൊക്കെ ആനുകൂല്യത്തിൽ ആത്മീകരാന്ന് നെഞ്ചു വിരിച്ച് നിൽക്കുന്നുമുണ്ട്. പക്ഷെ ഇതിനെല്ലാം അങ്ങ് കീഴ്പ്പെട്ട് നടക്കുക. എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, അടുത്ത ഒരു പടി ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അവരെ കുറിച്ച് അടുത്ത പറയാണ്, ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ പറയുന്നത് എന്തോ, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. നിങ്ങളുടെ സഭ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപക്ഷെ ഈ ദൈവദാസൻ ഇവിടെ ഇരുന്ന് നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയും സമയമായിട്ട് ആരും ഉറങ്ങിയില്ല. ചിലടത്ത് ബൈബിൾ ക്ലാസ് എന്ന് കേട്ട ബൈ എന്ന് പറയുമ്പോഴേ അങ്ങ് ഉറങ്ങും. അവരും ബൈ പറയും. ദൈവദാസൻ പറഞ്ഞ് ഓർമ്മിപ്പിക്കല്ലേ എന്ന്. അപ്പം ഈ ചില ആളുകൾ പറയുന്ന കേൾക്കാം, പക്ഷെ റോമാലേഖനം കട്ടിയ 1-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ വായിച്ച് മാനസാന്തരപ്പെട്ടത്. ഇത്രയും വർഷമായിട്ട് നമുക്കങ്ങ് കട്ടിയ. 1-ാം നൂറ്റാണ്ടിൽ ഇതുപോലുള്ള കോൺകോർഡൻസും എൻസൈക്ലോപീഡിയയും ഡിക്ഷണറിയും ഒന്നുമില്ല. ഇതൊക്കെ ഒരു ചുരുളായിട്ട് സഭകളിൽ എത്തുക. മനസ്സിലായോ? അവിടെ ഇങ്ങനെ ചെയിൻ റെഫറൻസ് ബൈബിളൊന്നും ഇല്ല, ചുരുളുകളാണ്. അതൊരു സഭയെ വായിച്ചിട്ട് അടുത്തടുത്തോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുക. അതൊക്കെ എത്താനേ സമയമെടുക്കും. ഓരോരുത്തരുടെയൊക്കെ കൈ കൊടുത്തു വിടുക. അപ്പൊ ആ വിശ്വാസികൾ ഇത് വായിച്ചു കേട്ടപ്പോ അവർക്ക് എന്തുണ്ടായി? തിരുത്തലുകളുണ്ടായി ജീവിതത്തിൽ. വർഷം ഇത്രയായി ഞാൻ തന്നെ ഇവിടെ 2 ഭാഷയിലെ ബൈബിൾ വെച്ചേക്കുന്നു. ഒന്ന് ഇംഗ്ലീഷും ആ മോളെ കൊണ്ടൊരു മലയാളവും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ത് വേണ്ടി ബൈബിളാ നമുക്ക്? ഇംഗ്ലീഷ് ബൈബിള്, മലയാളം ബൈബിൾ, ഇനി ദ്വിഭാഷ ബൈബിൾ. ഒരിടത്ത് മലയാളം, മറ്റിടത്ത് ഇംഗ്ലീഷ്, പിന്നെ ഗ്രീക്ക്. അതെല്ലാം കൂടാതെ ഈ ഓൺലൈനിൽ പോയാൽ, നെറ്റിൽ സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ പഠിക്കാൻ, ഇഷ്ടം പോലെ കമന്ററി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും നമുക്ക് റോമാലേഖനം ഒന്നും അറിയത്തില്ല. ഇതൊന്നും ഇല്ലാതിരുന്നപ്പോ 1-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ഇത് മനസ്സിലായി, സ്പഷ്ടമായിട്ട് മനസ്സിലായി. എന്താ കാര്യ? ഈ വചനത്തോടുള്ള നമ്മുടെ അടുപ്പം അത്രേ ഉള്ളൂ. നമ്മളെ മനഃശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയെക്കുറിച്ച് പഠിക്കും. അപ്പൊ അതിലൊരു ഭാഗമാണ്, നിങ്ങൾക്കെല്ലാം ഒരു കംപ്ലൈന്റ് അല്ലേ, ഓർക്കുന്നില്ല. പഠിക്കുന്നതെല്ലാം അല്ലേ കുഞ്ഞുങ്ങളെ, ഓർക്കുന്നില്ല. എന്നാൽ ചില സബ്ജക്റ്റ് അങ്ങ് ഓർത്തങ്ങിരിക്കുക. ചിലർക്ക് മാത്സ് എന്ന് പറയുമ്പോഴേ ഓർമ്മയങ്ങ് പോകും. ചിലർക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഓർമ്മയങ്ങ് പോകും. ചിലർക്ക് മലയാളം ഒട്ടും ഓർമ്മയില്ല. ഞങ്ങളൊക്കെ 10-ലൊക്കെ പഠിച്ചപ്പോൾ കാര്യമായി പഠിച്ചാലേ ജയിക്കത്തുള്ളായിരുന്നു.
അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ അത്ര കിട്ടാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ പറയുന്നത്, ആ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മെമ്മറി എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ്. നിങ്ങളുടെ താല്പര്യവുമായിട്ട് മെമ്മറിക്ക് ഒരു ബന്ധമുണ്ട്, അല്ലേ? നിങ്ങളുടെ താല്പര്യവുമായിട്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിലില്ലേ? കുഴിമന്തിയുടെ ടേസ്റ്റ് ഓർമ്മയില്ലേ മോനെ? ഓർമ്മയില്ലേ? ഈ വർഷം IPL ജയിച്ചാരാന്ന് ഓർമ്മയില്ലേ? കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് ജയിച്ചത് ആരാണെന്ന്, ഏത് രാജ്യമാണെന്ന് ഓർമ്മയില്ലേ? നമുക്ക് താല്പര്യമില്ല, എല്ലാ കാര്യവും നമുക്ക് ഓർമ്മയുണ്ട്. നമുക്ക് താല്പര്യം കുറയുന്നിടത്താണ് ഈ പ്രശ്നം. ശ്രദ്ധിച്ചു മനസ്സിലായോ? നമ്മളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ട്. ചിലതൊക്കെ പകരം ചോദിക്കാനായിട്ട് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ആരൊക്കെ മെമ്മറി ഇല്ലാത്ത? അപ്പൊ പറയാ റോമാലേഖനം കട്ട് ചെയ്യാ, വചനം ഒന്നും ഓർക്കുന്നില്ല. സൺഡേ സ്കൂളിനൊക്കെ വചനം പറയാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുമ്പോൾ ചിലർ മുടിയൊക്കെ വലിച്ചു പറിച്ചാ വചനം പറയുന്നത്. കാര്യം അത് മാത്രം ഓർക്കുന്നില്ല, ബാക്കിയെല്ലാം ഓർമ്മയായിട്ട്. ഇൻട്രസ്റ്റ്, താല്പര്യം വലിയൊരു ഘടകമാണ്. അപ്പോൾ ശ്രദ്ധിക്കും, ഇവര് കട്ടയായിട്ടുള്ള ഒന്നും അവർക്ക് ഭക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ആ ബാലപാഠങ്ങളിൽ നിൽക്കുക, ഇപ്പോഴും ആ ബാലപാഠങ്ങളിൽ നിൽക്കുക. ഈ മോനിപ്പോ എത്രല്ല മോനെ പഠിക്കുന്നത്? 10. അവൻ ഇപ്പോഴും ABCD പഠിച്ചുകൊണ്ടിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? പഠനം കഴിയുന്തോറും അവൻ ഓരോ സ്റ്റാൻഡേർഡ് കയറും തോറും എന്താ ചെയ്യുന്നേ? കൂടുതൽ നോളേജിലേക്ക് പോകാനുള്ള കൂടുതൽ പഠനമാണ് പഠിക്കുന്നത്. ഇവരിപ്പോഴും ആദ്യ പാഠങ്ങളിൽ നിൽക്കുക. പൗലോസ് പറയാണ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിന്റെ കാരണമാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. എന്താ കാരണം എന്നറിയോ? ദ റീസൺ പറയുകയാണ്. ഇവരുടെ നിറവും ഫലവും ഒന്നും ഇവരിൽ വെളിപ്പെടാതിരിക്കുന്നതിന്റെ റീസൺ പറയുന്നു. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. അപ്പൊ 2 കാര്യം നമുക്കുണ്ടാകാൻ പാടില്ല: ഈർഷ്യ, 2 പിണക്കം. ചില മനുഷ്യരെ വലിയ പ്രയാസമാണ്, കാരണം ചെറിയ കാര്യത്തിനും അവർ വലിയ പിണക്കം പണവും. ചെറിയ കാര്യമായിരിക്കും, വലിയ പിണക്കം. 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, 3 പേര് പിണങ്ങിയിരിക്കുന്നു. ഭയങ്കര നിറവും ഉന്മേഷമൊക്കെ ആയിരുന്നു, പക്ഷെ അവസാനമായപ്പോ 3 പേര് പിണങ്ങി. അപ്പൊ എന്താണ് ഈ പിണക്കത്തിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാ പറഞ്ഞ, ഒരാൾ പറഞ്ഞ് കടുമാങ്ങ അച്ചാർ, വേറൊരാൾ പറഞ്ഞ നാരങ്ങ അച്ചാർ, മറ്റൊരാൾ പറഞ്ഞ് ഇത് രണ്ടും വേണ്ട, പപ്പടം മോരും മതി. ഇത് ഒക്കാത്തതായി പിണങ്ങിയത്. സിമ്പിൾ കാര്യം, തീറ്റയുടെ പിണക്കം. പക്ഷെ ഈ 20 ദിവസമായിട്ട് ചവിട്ടി കാർപ്പറ്റ് കീറിയിട്ടുണ്ട് അത്രയും സ്ഥലത്തെ, കിടന്ന് തുള്ളിയതാ. പക്ഷെ ഇതൊന്നും മാറിയില്ല. ഇതുപോലെ ഇവരും ഈർഷയും പിണക്കവും കൊണ്ടങ്ങ് നടക്കുക, ബാക്കിയെല്ലാം ഉണ്ട്. വചനം അറിയാവോ? അറിയേണ്ടതുപോലെ അറിഞ്ഞ് ക്രിയ ചെയ്യേണ്ട പോലെ ക്രിയ ചെയ്യാൻ ലൈഫില്ല, അതാ പ്രശ്നം. ഇതൊക്കെ അറിയാം. നമ്മൾ പരസ്യയോഗത്തിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയത്തില്ലയോ, അദ്ദേഹം ഇത് പറഞ്ഞു യേശുവിനെ കുറിച്ച്, ഇദ്ദേഹം ഇത് പറഞ്ഞു യേശുവിനെ കുറിച്ച്. ഈ പ്രസംഗിക്കുന്നവൻ എന്തായി പറയുന്നത്? അതാ പ്രധാനം. നാട്ടുകാർക്ക് അദ്ദേഹത്തെ ഇപ്പൊ അറിയത്തുള്ളൂ, മറ്റവരൊന്നും അറിയത്തില്ല. ഈ പുള്ളി എങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് നിർത്തുന്നു. അവിടെ ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസാർ, പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഇതൊക്കെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടും ഇതിന് വിരുദ്ധമാ. എവിടെ ചെന്ന് അവസാനിക്കാൻ? എത്ര കൃത്യമായിട്ടല്ലേ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക. എത്ര കൃത്യമായിട്ട് എഴുതി വെച്ചേക്കും.
അപ്പൊ ഇവർ ഇതൊന്നും ഫലത്തിൽ കൊണ്ടുവരാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്ന വ്യക്തി ആരാധനയാണ് ഇവിടെ. അവിടെ വലിയ ആത്മീയരുണ്ടായിരുന്നു കേട്ടോ. അവര് പറഞ്ഞ ഞങ്ങൾ അപ്പല്ലോസിന്റെ കൂടെയില്ല, പൗലോസിന്റെ കൂടെയില്ല, പത്രോസിന്റെ കൂടെയില്ല, ഞങ്ങൾ യേശുവിന്റെ കൂടെ. അവർ യേശുവിന്റെ ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോഴൊക്കെ അതിനൊക്കെ നല്ല മറുപടി ഉണ്ട് ഈ ലേഖനത്തിൽ. ഇതില്ല, ഈ ലേഖനത്തിന്റെ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു. ഈ ഫലത്തെ കുറിച്ച് പറഞ്ഞു വരിക. ഇതെല്ലാം കയറി ജീവിതത്തിൽ നിലനിന്നാൽ, ഇതിനെല്ലാം ഒതുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ഫലം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് റെഫറൻസ് ഉണ്ട്, ഒരു വലിയ റെഫറൻസ് നമുക്കറിയാവില്ല. എഫേസ്യ ലേഖനം 4:30 പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്, ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം ഇതൊക്കെയാണ്. അപ്പൊ ഇവിടൊക്കെ കൃപാവരം ഒക്കെ ഉണ്ട്. കൃപാവരവും വചനം അറിയാം, ഏത് റെഫറൻസും ചോദിക്കാൻ ചിലപ്പോൾ ഒരാൾ കാണും. അവരെ ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചു ചോദിച്ചാലും അവര് ഫോണിൽ കൂടെ പറഞ്ഞു തരും, ആ റെഫറൻസ് ഇവിടാന്ന്. ചിലപ്പോൾ ഏറ്റവും മെനക്കെട്ട ഒന്നായിരിക്കും. സ്വഭാവം കൊണ്ട് റെഫറൻസ് എല്ലാം അറിയാം, എല്ലാ റെഫറൻസ് കാണാൻ പിടിച്ചു വെച്ചേക്കുക. പക്ഷെ ലൈഫിൽ ക്വാളിറ്റി ഇല്ലാതെ പോകുന്നു. എനിക്ക് നിങ്ങളുടെ ചർച്ചിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല കേട്ടോ. പരമാർത്ഥം സത്യം. കാരണം ഇതിപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വിശുദ്ധ സ്ഥലമാണ്. നമ്മുടെ കർത്താവാ നമ്മുടെ നടുവിൽ. ഇദ്ദേഹം ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോളണം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ ക്ലാസ് എങ്ങനെ നടക്കും എന്നൊക്കെ ഉള്ള ചിന്തയുണ്ട്. ഞാനും ചിന്തിച്ചു എങ്ങനെ വരുമെന്ന്. പിന്നെ എനിക്ക് ഈ പുള്ളിയോട് പറയാനുള്ള പേടി കൊണ്ട് മാറ്റിവെക്കാനെന്ന്. കാര്യം നമുക്കറിയാമല്ലോ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ വ്യക്തികളിലേക്ക് ശ്രദ്ധ പോയി, അവരുടെ ഫലമില്ല പിന്നെ. എന്നാൽ വ്യക്തികളിലേക്ക് ശ്രദ്ധ പോകാതെ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചിരുന്ന യോഹന്നാൻ സ്നാപകൻ. ശ്രദ്ധിക്കൂ, ഇവർ തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധാത്മ നിറവോടെ ദൈവം ആക്കി വെച്ച ഉദ്ദേശത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ വ്യക്തികളിലേക്ക് ശ്രദ്ധ പോയില്ല. വലിയ സമ്മാനങ്ങളും വലിയ വാഗ്ദാനങ്ങളുമായിട്ട് ആളുകൾ നിൽക്കുന്നു. ക്രിസ്തു വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇവന്മാരെല്ലാം വലിയ വിവരമൊന്നും ഇല്ലാത്തവന്മാർ, ഇവന്മാർക്ക് ബൈബിളൊന്നും തിരുവചനമൊന്നും അറിയത്തില്ലല്ലോ. ഈ പുള്ളി പറഞ്ഞാലും പറയാ എന്നാ മഷിക വന്ന് അതിനുവേണ്ടി നിൽക്കുക. കാരണം ആ കാലത്തൊക്കെ ഈ അറിവൊക്കെ ഒത്തിരി അങ്ങ് ദ്രവിച്ച്. യഹോവയാണ് അവരുടെ സൗഖ്യദായകൻ. ഈ പാർട്ടികളിൽ പലരും പോയൊരു കുളത്തിന്റെ കരയിൽ കിടക്കുക, എടുത്തു ചാടി സൗഖ്യപ്പെടാൻ. യേശു അവിടെയും ചെന്നു. അറിവൊക്കെ അങ്ങ് ദ്രവിച്ചുപോയി, അറിവിന് ഗുണമില്ലാതായി. അപ്പൊ യോഹന്നാന്റെ ലൈഫ് കണ്ടോ, ഈ വ്യക്തികളിലേക്ക് അയാൾ പോയില്ല. അദ്ദേഹം ഇപ്പോഴും ക്രൈസ്റ്റ് സെന്റേഡാണ്. ഇവരെ കണ്ടോ, കൊരിന്ത് സഭയിലെ നല്ലൊരു ജനങ്ങള് എങ്ങോട്ട് പോയി, വ്യക്തികളിലേക്ക് പോയി. അപ്പൊ അവരെങ്ങോട്ട് മാറി, ക്രിസ്തുവിൽ നിന്നും മാറുകയും അവരുടെ ഇന്ദ്രിയങ്ങൾ ലോകത്തിന് പണയം വെച്ചു. ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ലോകത്തിന് പണയം വെച്ചപ്പോൾ അവർക്കൊന്നും പഠിക്കാനും പറ്റുന്നില്ല. അവരുടെ സ്റ്റാൻഡേർഡ് ഒട്ടും തന്നെ ആത്മീയ ജീവിതത്തിൽ വർദ്ധിക്കുന്നില്ല. ആത്മഫലം എന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിന്റെ അടുത്തൂടെ പോയിട്ടില്ല. അപ്പൊ അതൊന്നും ഇല്ലാതെയും ചിലതൊക്കെ കാണിച്ചു കൂട്ടിയൊക്കെ നടക്കാം, വിജ്ഞാനിയായിട്ടൊക്കെ നടക്കാം, ഇതൊന്നും ഇല്ലാതെ. അപ്പോ അതാണ് പറഞ്ഞേ, ഈ ആത്മനിറവിന്റെ അടുത്ത തെളിവ് എന്താ കുഞ്ഞുങ്ങളെ? ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. ട്രോഫിക്കല്ല കേട്ടോ, ട്രോഫിക്കല്ല കേട്ടോ, മഞ്ച് കിട്ടാനൊന്നുമല്ല. ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. ട്രോഫിക്കൊന്നും അത് പഠിച്ചുകൊണ്ട് നടക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നതാ. ഒരു പോരാട്ടം ഇതിന്റെ മുമ്പിൽ ജയിക്കത്തില്ല. നിങ്ങൾക്ക് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഏത് പോരാട്ടമാണ് ജയിക്കുന്നത്? നിങ്ങൾ എല്ലാത്തിനെയും പരാജയപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാകും. ഇനി എന്തൊക്കെയാണ് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് നിങ്ങൾക്കറിയാം, അതിലേക്ക് വരാം. ഗലാത്യ ലേഖനത്തിലേക്ക് വന്നാട്ട് 5 സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം,
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. എത്ര എണ്ണം ഉണ്ട്? 50? 9? ഒരെണ്ണം. ലാംഗ്വേജും ക്ലിയറാ. ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്നാ, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. പിന്നെ എന്നെ ഇങ്ങനെ നമ്മൾ അങ്ങ് 9 ആക്കി. ആരാണ്ടോ 50 എന്ന് ഞാൻ ചോദിച്ചു, ഇതുപോലും വയ്യ. അങ്ങനെ 50 എണ്ണം തന്നായിരുന്നെങ്കിലും അടിയറ വെച്ചേനെ ജീവിതം, പറ്റത്തേ ഇല്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ നോക്കൂ, സ്നേഹം, ലവ്, അത് നമുക്ക് നല്ലതായിട്ട് അറിയാം അല്ലേ? എല്ലാവർക്കും ഉണ്ടത് അല്ലേ? സ്നേഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നേഹമുണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളെ? സ്നേഹമുണ്ട്. നമുക്ക് ജീവിതം മൊത്തം സ്നേഹത്തില, ഓരോരോ സ്നേഹത്തില. ഭക്ഷണത്തോട് സ്നേഹമുള്ളവരുണ്ട്, വസ്ത്രത്തോട് സ്നേഹമുള്ളവരുണ്ട്, പണത്തോട് സ്നേഹമുള്ളവരുണ്ട്. സൗഹൃദങ്ങൾ സ്നേഹത്തിലാണ്. കാര്യസാധ്യത്തിന് സ്നേഹമുള്ളവരുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹം കാണിക്കുന്നവരും ഉണ്ട്. ഇവിടെ ഈ ലോകത്തിൽ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം എല്ലാം കൂടെ അല്ല ഈ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റിലെ സ്നേഹം. ഒത്തിരി സ്നേഹങ്ങൾ ഈ ലോകത്തിലുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഒരു ദിവസം തന്നെ എത്ര സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകും. ചിലരെ സ്നേഹത്തോടെ വിളിക്കുന്നു, അതേ വിളിച്ച ആളെ ഒരു 15 മിനിറ്റ് കഴിയുമ്പം ഇനി ഞാൻ അയാളോട് മിണ്ടത്തില്ലെന്നും പറഞ്ഞിരിക്കുന്നു. സ്നേഹം മാറി. ഒരു ദിവസം തന്നെ ഒരു ഡ്രാമ, പണ്ടത്തെ കാലത്ത് നാടകം കാണാൻ പോകുമ്പോ ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ പൊക്കുകയും ഇതൊക്കെയും ചെയ്ത് സീൻ മാറും. ഇതുപോലെ എത്രയോ സ്നേഹങ്ങൾ വന്നും പോയി ഒക്കെ നിൽക്കുന്നു. ചില സഭകളിൽ ചില സമയത്ത് ഒരു 5-6 പേര് ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഒരു 4 മാസം കഴിയുമ്പം അവരെ കൊണ്ട് തന്നെ ആ സഭ മടുക്കുക, തമ്മി മിണ്ടത്തുമില്ല. സ്നേഹം അങ്ങനെ പലതരത്തിലുള്ള സ്നേഹമുണ്ട്. ഇനി നമ്മൾ നോക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് കുഞ്ഞുങ്ങളെ ആരുടെ സ്നേഹമാണ്? സഭയിലൊക്കെ വന്നിരുന്ന് പുറത്തോട്ട് പോകുമ്പോ പറയത്തില്ല, ഇവിടെ ഇരുന്ന് ആരുടെ സ്നേഹം പറയും? ദൈവസ്നേഹം ഇല്ലേ? ദൈവ സ്നേഹം. അപ്പൊ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ഈ സ്നേഹം ലോകത്തുള്ള എല്ലാ സ്നേഹത്തിന്റെയും ഒരു രത്നച്ചുരുക്കമല്ല ഈ സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അഗാപ്പെ, നിർവ്യാജം, സ്വാർത്ഥരഹിതമായ, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മിൽ നിന്നും ഒഴുകി വരുന്ന വസ്തുതയ സ്നേഹം, അഗാപ്പെ. അതാണ് ദൈവസ്നേഹം. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നോക്കിയേ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ എത്രയധികം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാവം കാൽവറിയിൽ. നിങ്ങൾ ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ വലിയ താല്പര്യമില്ലേ? ഇല്ലേ മോളെ? ഞാൻ ഇപ്പൊ മോളോട് പറയാണ്, ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ പറയത്തില്ലേ? പാട്ടെഴുതാൻ പറഞ്ഞാൽ അതിന് കഴിവുകൊണ്ട് എഴുതത്തില്ലേ? എസ്സേ റൈറ്റിംഗ് പറഞ്ഞ എഴുതത്തില്ലേ? പ്രസംഗിക്കാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസംഗിക്കത്തില്ലേ? ഇല്ലേ? മുതിർന്നവരായ നിങ്ങളും ഇതെല്ലാം ചെയ്യും. എന്ത് ഉത്സാഹമാ ദൈവസ്നേഹം പറയാൻ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും അവരുടെ ചങ്കത്ത് കൈവച്ചിട്ട് ഇതേ ആവേശത്തോടെ പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. മറ്റേത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും അവിടെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ഇന്ന് മൊത്തവും നമ്മൾ ബൈബിൾ ക്ലാസ് നടത്തി, പരസ്യയോഗത്തിന് പ്രസംഗിച്ചു, ട്രാക്റ്റ് കൊടുത്തു, അതുകൊണ്ട് ദൈവം ജീവിച്ചു പോകുന്നു. അങ്ങനൊന്നുമില്ല. നമ്മൾ ഇതൊന്നും ചെയ്തില്ലേലും ദൈവം ആരാ? ദൈവം തന്നെ. ചില ആളുകളൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് 7 ട്രാക്റ്റ് കൊടുത്തുകൊണ്ടാ കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അവരുടെ ചിന്ത. ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പുകഴരുത്. പഠിപ്പിക്കാൻ അറിയാവോ? നല്ലത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്. അതും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. പാടാൻ അറിയാവോ? നല്ല കാര്യം. വികസിപ്പിച്ചെടുക്കുക. എന്നിട്ട് അഹങ്കാരിയാകാതിരിക്കുക. അപ്പൊ എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാ. ദൈവം എന്നെ സ്നേഹിച്ചു, അത് ശരി. അതൊരു സത്യമാ, മാറിപ്പോകാത്ത സത്യമാ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന
5 മാസം കേൾക്കുന്നില്ലെന്ന് നമ്മളോട് പറഞ്ഞാൽ സ്നേഹമൊക്കെ അങ്ങ് പോകും. നമ്മൾ കർത്താവിനോട് 5 മാസം പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവ് സ്നേഹിച്ചുകൊണ്ടിരിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഈ വല്ലതും കിട്ടുന്നതനുസരിച്ചാ, അല്ലേ അങ്ങ് പോകും. ചില ആളുകൾ ഒരു കാര്യവുമില്ല, അവര് ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കർത്താവേ പരീക്ഷിക്കുകയാണോ? എന്താ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കണം. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഏത് ലെവലിൽ എത്തണം നിങ്ങൾ? യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. വേറെ ഒരു മാർഗവും അതിനില്ല. സോപ്പിട്ട് യേശുവിനെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. ഒരുത്തൻ വന്ന് സോപ്പിട്ടാൽ പറഞ്ഞു, ഗുരു, ലൂക്കോസിന് സുവിശേഷം 9, അതെവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം. എന്ത് നല്ല സമർപ്പണം. നമ്മളാണെങ്കിൽ അവനെ കൂട്ടി, ചേട്ടാ ഇങ്ങനെ ഒരുത്തനെ കാണാനുണ്ടോ, അവനടുത്ത സെക്രട്ടറി. ഇത്രയും നല്ല സമർപ്പണം. യേശു അവനോട് പറയുക, പക്ഷിക്കും കുറുനരിക്കും എല്ലാം വിശ്രമ കേന്ദ്രമുണ്ട്, എനിക്ക് തല ചായ്പാൻ മണ്ണിൽ ഇടവില്ല. അപ്പൊ അവൻ ഒരുപക്ഷെ വരുന്നത് യേശുവിന്റെ അത്ഭുതങ്ങളെ ശ്രദ്ധ വെച്ചുകൊണ്ടായിരിക്കും. അവനൊരു പക്ഷേ വരുന്നത് അവന് അധ്വാനിക്കാതെ കുറച്ച് പ്രാപ്തിയോടെ പ്രൗഢിയോടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകണം, അതിന് ഒരാളെ വേണം, ഈ ആളെ കൊള്ളാം, ഈ യഹൂദ റബി കൊള്ളാം, പലപ്പോഴും പലതും പ്രവർത്തിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് നടന്നേക്കാം. അവന്റെ ആഗ്രഹത്തെ ഒന്നും കർത്താവ് എന്ത് ചെയ്തില്ല, ബഹുമാനിച്ചൊന്നുമില്ല. കർത്താവ് നല്ല മറുപടി പറഞ്ഞു. അപ്പൊ അവന്റെ സ്നേഹം എന്താ? അവൻ യേശുവിനെ സ്നേഹിച്ച എന്തിനാ? അവനെ കൂടുതൽ സ്നേഹിക്കാന്. യേശുവിനെ സ്നേഹിച്ചിട്ട് യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ അവനാകാനല്ല സ്നേഹം, അവനെ കൂടുതലും സ്നേഹിക്കുക. 2 കള്ളന്മാരുണ്ടല്ലോ, ഒരുത്തനങ്ങനെ, അവന് മാനസാന്തരമൊന്നും വേണ്ട, എങ്ങനെയും അവന്റെ വാക്ക് കേട്ട് പ്രലോഭനം കൊണ്ട് യേശു ഇറങ്ങി വന്ന് അവന് പഴയ പോലെ നടക്കണം ജീവനോടുകൂടി. മറ്റേ ആൾ അങ്ങനല്ലായിരുന്നു. മറ്റേ ആള് മനം തിരിഞ്ഞു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയാൻ ഒരാൾ പറഞ്ഞാൽ ആ ആളിൽ എന്ത് വേണം? അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കണം. ഈ ഫലത്തിലേക്ക് വരിക. വീണ്ടും 10 കൽപ്പന ഉണ്ടല്ലോ, അവരെ ഇറക്കിക്കൊണ്ടുവന്ന് ദൈവം ഏറ്റവും സമൃദ്ധമായതൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയ കൂട്ടത്തിൽ ആരംഭത്തിൽ കൽപ്പന കൊടുത്തു. എന്തിനാ കൊടുത്തെന്നറിയോ? വ്യത്യസ്തരായി ജീവിക്കാൻ അവിടുത്തെ, വ്യത്യസ്തരായി, ധാർമ്മികത, എത്തിക്സ്, സമൂഹത്തോട്, വ്യക്തിത്വത്തോട്, കൂട്ടായ്മയോട് എല്ലാം ഒരു എത്തിക്സ് വേണം. അത് അവനവന്റെ സൗകര്യത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരരുത്. അവർക്ക് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ ഒരു കോഡ് കൊടുത്തു, 10 കമാൻഡ്മെന്റ്സ്. ഈ 10 കമാൻഡ്മെന്റ്സിലായിരിക്കണം അവരുടെ സ്വഭാവം ഇനി അറ്റൻഡിൽ പോകണ്ട. അവിടെ കഴിഞ്ഞ ദിവസം ദൈവദാസൻ അത് പറഞ്ഞു. അത് എപ്പോ അവർ ഇടിച്ചു കളഞ്ഞോ അന്ന് മുതല് ഗതികേട് തുടങ്ങി. പിന്നെ നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ അരച്ച് കലക്കി കയ്യിൽ തന്ന്. അത്ര എല്ലാം ഒന്നിനകത്തുണ്ട്. അതെല്ലാം ആരംഭിക്കുന്നത് ഈ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്. അപ്പോൾ ദൈവത്തെ സ്നേഹി. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യം ഞാൻ പറയട്ടെ. വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ പറയത്തില്ലേ? ആരുടെ വിശ്വസ്തതയെക്കുറിച്ചാ പറയുന്നത്? എപ്പോഴും പറയുന്ന ആരുടെ വിശ്വസ്തതയെക്കുറിച്ചാ? അതും ദൈവത്തിന്റെയാ. പാട്ടൊക്കെ ആരുടെ വിശ്വസ്തതയെക്കുറിച്ചാ എഴുതുന്നത്? ഉപന്യാസം എല്ലാം എഴുതും. എന്നാൽ എപ്പോഴെങ്കിലും മോള് ചിന്തിച്ചിട്ടുണ്ടോ, യേശു ഒരു കാര്യം ഏൽപ്പിക്കാൻ മോളെ വിശ്വസിച്ചെന്ന്? ഇയ്യോബിനെ വിശ്വസിച്ചില്ലേ? പറഞ്ഞു, ഇയ്യോബിൽ ഒരു കോൺഫിഡൻസ് തന്നെ. കർത്താവ്, നമ്മൾ കർത്താവിന്റെ വിശ്വസ്തതയെക്കുറിച്ചാ പാടിപ്പാടുത്തുന്നത്. നാം അവിശ്വസ്തരായാലും അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ലെന്ന്. പക്ഷേ അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് വിശ്വസ്തരാകണ്ടേ? കർത്താവ് നമ്മളെ ഓരോന്നേക്ക് ഏൽപ്പിക്കണ്ടേ? ഈ എന്റെ മകൾ കൊള്ളാം, ഈ എന്റെ മകൻ നല്ലവനായി കണ്ടു, വിശ്വസ്തനായ ദാസനാണ്, അവനെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. ആ ലെവലിലേക്ക് നമ്മൾ ലൈഫ് എത്തുന്നുണ്ടോ? അതോ എന്നും അങ്ങ് പരാജയവും ദാരിദ്ര്യവും പറഞ്ഞ് അങ്ങ് ജീവിക്കുകയാണ്?
അപ്പോൾ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ലോകത്തുള്ള എല്ലാ സ്നേഹത്തിന്റെയും ഒരു രത്നച്ചുരുക്കമായി പറഞ്ഞ സ്നേഹമല്ല ഇത്. ഇത് ദൈവ സ്നേഹമാണ്. ആത്മഫലമുള്ള ഒരാളിൽ ദൈവസ്നേഹമുണ്ട്. അവൻ ദൈവത്തെയും സ്നേഹിക്കും. ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ ദൈവഹിതപ്രകാരം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആ സ്നേഹം എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവമാകുന്നതെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 5:5 വായിച്ച്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ആ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നവൻ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹവും എങ്ങനെ വന്നു? അപ്പോസ്തലൻ എങ്ങനെ എന്റെ ദൈവശാസ്ത്രം എഴുതിയത്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എവിടെയാണ് അമ്മച്ചി? നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മെ ഒരു നല്ല മനുഷ്യത്വത്തിലേക്ക് നടത്തുക, നല്ല ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോവുക, നല്ല ഒരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് അവർ പറഞ്ഞ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തട്ടെ. കണ്ടോ? ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നതിന്റെ മിഷനാണ് ഈ പറയുന്നത്. ആ സ്നേഹത്തിന്റെ മിഷനാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഫലത്തിലുള്ളതാ. മനസ്സിലായോ മോളെ? അതിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. അതിൽ ഈ ലോകത്തിന്റെ വെളിച്ചം പറഞ്ഞപ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, നമ്മുടെ കർത്താവും പറയുന്നത് എന്താ? ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഒട്ടും കുറയാത്തൊരു സ്ഥാനം. നിങ്ങളും ലോകത്തിന്റെ വെളിച്ചം. വെളിച്ചത്തിന് ഒരു ഗുണമുണ്ട്. അത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് അത് മനസ്സിലാക്കിയത്. ഞങ്ങളൊക്കെ പണ്ട് കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പൊ ഇന്നത്തെ കൂട്ടൊന്നും അന്ന് ഒത്തിരി ആഹാരമൊന്നുമില്ല. ആഹാരമുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഇന്നാണെങ്കിൽ അൽഫാമോ കുഴിമന്തിയോ പെരിപ്പെരിയോ എന്തെല്ലാം ഉണ്ടല്ലേ. എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം. ഇന്ന് വേണ്ട അല്ലേ? ഇതേ ഉള്ളോ ഇന്ന് എന്നൊക്കെയാ ചോദിക്കുന്നത്. ഇത് വേണ്ട, മറ്റേത് മേടിച്ചോണ്ട് പോവാ. അങ്ങനെയൊക്കെയാ. അന്ന് അങ്ങനൊന്നും പറയാൻ പറ്റുമോ സഹോദരിമാര്? അല്ല, വീക്ക് കിട്ടും അങ്ങനെ പറഞ്ഞ. വേണം തിന്നിട്ട് എഴുന്നേറ്റ് പോകുന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുടെ കാലമാണ്. ഇതുപോലെ പെരിപ്പെരിയായിട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് പെരിപ്പെരിയായിട്ട് ഇങ്ങോട്ട് വിടും. അങ്ങനത്തെ കാലമാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ നല്ല മീന് മേടിച്ച് കറി വെച്ചിട്ട് ഞാന് 4 പഠിക്കുന്ന സമയം. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് എന്നെ നല്ല വിശ്വാസമായിരുന്നു. അമ്മ എന്ത് ചെയ്തെന്നറിയോ? ഈ കറിച്ചട്ടിയുടെ അടുത്തൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അങ്ങ് പോയി. അപ്പൊ അന്ന് കറണ്ട് ഒന്നും ഇല്ല, മണ്ണെണ്ണ വിളക്കൊക്കെ. കറണ്ടൊക്കെ പിന്നെ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ച അമ്മ പോയി, ചട്ടിയുണ്ട് മെഴുകുതിരിയുണ്ട്. ഞാൻ പമ്മി ചെന്ന് ചട്ടിയുടെ അടപ്പ് തുറന്നപ്പം ഇരുട്ടത്ത് കിടന്ന എൻ്റെ അമ്മ, ഇതോടെ കാണിക്കതേ. ഇതാണ് വെളിച്ചത്തിൽ നിന്ന് കള്ളം കാണിച്ചാൽ പിടിക്കപ്പെടും. നമ്മളെ ലോകത്തിന്റെ വെളിച്ചം. നമ്മളെന്താ എല്ലാവരും വിമർശിക്കുന്നത്? റീസൺ ഇതാ. എന്റെ അമ്മ ഞാൻ കണ്ടില്ല. കണ്ടോ? പുള്ളിക്കാരി ഇരുട്ടത്ത് ഇരിക്കുക എന്നെ പിടിക്കാൻ. ഞാൻ എവിടെ കള്ളം കാണിച്ചേ? വെളിച്ചത്തില്ല. അത് ഞാൻ എപ്പോഴും, അത് അന്ന് ഞാൻ ചെയ്ത് കുഞ്ഞെ എന്നെ പിടിച്ചെങ്കിൽ ഞാൻ പിന്നെ ബൈബിള് വായിച്ചോരോന്ന് പഠിച്ചപ്പം അതിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ച്, നമ്മൾ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വെളിച്ചത്തിന് യോഗ്യമായ രീതിയിൽ ജീവിച്ചോണം. ഇല്ലെങ്കിൽ ഒത്തിരി കുഴപ്പങ്ങളാ. എബ്രായ ലേഖനത്തിൽ ചില വിശ്വാസികൾ അങ്ങനെ പോയപ്പോൾ എബ്രായ ലേഖനക്കാരൻ സങ്കടത്തോട് എഴുതി, നിങ്ങൾ അവന് ലോകാപവാദം വീണ്ടും വരുത്തുമെന്ന്. വീണ്ടും ക്രൂശിക്കും, പിന്നെ അവന് ലോകാപവാദം വരുത്തുമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം.
അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ. അടുത്ത ശ്രദ്ധിക്കൂ, വെളിച്ചം കൂടും തോറും നമുക്ക് എന്ത് കാണാൻ കഴിയും? ഇതിനകത്ത് പല പൊടിയും അഴുക്കും എല്ലാം കാണാൻ പറ്റും. ഇപ്പൊ നല്ല വെളിച്ചമുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ വെളിച്ചം ഇട്ടാൽ കുറച്ചുകൂടി ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പം കൂടും തോറും മാലിന്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരുട്ടിലൊക്കെ ഒളിച്ചു കിടക്കുന്ന പലതും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ മലിനപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ ലോകം എങ്ങനെ രക്ഷപ്പെടും? അടുത്തിടെ ഒരാൾ പ്രവർത്തിക്കാൻ പോകുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ വഴക്കായിരുന്നു. എന്നിട്ട് വൈകിട്ട് 4 ട്രാക്റ്റും കൊണ്ടുപോവുക. എവിടെ പോവാ? പ്രവർത്തനത്തിന് പോവാ. ഓൺലൈനല്ലേ, എന്നാലും കുഴപ്പമില്ല, കേട്ടോട്ട്. വൈകിട്ട് പോവുക. എവിടെ പോവാ? പ്രവർത്തനം. രാവിലെ മുതൽ വൈകിട്ട് വരെ വഴക്ക്. അങ്ങനെയൊന്നും ആരും പ്രവർത്തിക്കാൻ പോകരുത്. വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കും. ഇന്നത്തെ വഴക്ക് കഴിയട്ടെ. അപ്പൊ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ പിടിക്കപ്പെടും. ആഖാന്റെ വീട്ടുകാരുമായിട്ടൊത്ത് സംഗതിയെല്ലാം കുഴിച്ചിട്ടിട്ട് ഇരുന്ന് പിടിച്ചത് യോശുവയല്ല, വേറെ ആരുമല്ല. റെഫറൻസിൽ യഹോവ പിടിച്ചെന്ന്. വെളിച്ചം ഓടി രക്ഷപ്പെടാൻ പറ്റിയോ? വഴുതി മാറാൻ പറ്റിയോ? കള്ളം പറഞ്ഞ് തടി തപ്പാൻ പറ്റിയോ? യഹോവ പിടിച്ചു. അതുകൊണ്ടല്ലേ പിന്നീട് ലേഖകൻ പറഞ്ഞത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പോട്ടെ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? വളരെ സിമ്പിൾ മലയാളമാണ്. അതോ ഇല്ലേ നേരത്തെ പറഞ്ഞ പോലെ റോമാലേഖനം മനസ്സിലാകത്തില്ലെന്നും പറഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ദൈവം പിടിച്ചു. അപ്പോ ആർക്കും ഇതിന് എതിരെ തെളിവ് നിരത്താൻ പറ്റുന്നില്ല. തൊണ്ടി സഹിതം. അയാളെ മാത്രമല്ല, ഇതിന് കൂട്ടുന്ന എല്ലാത്തിനെയും. അപ്പോ കർത്താവ് ഒരു തീരുമാനമെടുത്ത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പലരിലേക്കും ഇനി വ്യാപിക്കും. അതുകൊണ്ട് കള്ളം ചെയ്തവനും കള്ളത്തിന് കൂട്ടുനിൽക്കുന്നവനും കാനാൻ നാട്ടിൽ വേണ്ട. ഉറച്ച തീരുമാനം. അവിടെ തീർത്ത് നിന്നേക്കാൻ പറഞ്ഞു. ഇനി മുന്നോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചോണം. കള്ളവും ചെയ്യരുത്, കള്ളത്തിന് എന്ത് ചെയ്യരുത്? കൂട്ടുനിൽക്കരുത്. രണ്ടും ഒരുപോലത്തെ തെറ്റാ. ഇവിടെ അങ്ങനല്ലേ? ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ഒക്കെ നമ്മളങ്ങ് ഒളിപ്പിച്ചാൽ അവസാനം അവനെ പിടിക്കും. ആരെയും കൂടെ പിടിക്കും? ഒളിപ്പിച്ചവനെയും പിടിക്കും. ശ്രദ്ധിച്ചു പഠിച്ചോ, ഗൗരവമുള്ള കാര്യമാണ്. വെളിച്ചം ഇങ്ങോട്ട് എക്സ്പോസ് ആയപ്പം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. മറനീക്കി കൊണ്ടുവന്നു. പറയേണ്ടി വന്നു. പറഞ്ഞു. എന്താ ചെയ്തേന്ന്? നിവർത്തിയില്ലല്ലോ. നിവർത്തിയുണ്ടോ? നിവർത്തിയില്ല. ദാവീദിനും അബദ്ധം പറ്റി. എന്നിട്ടും പരമ്പരയിൽ സുഖിച്ച് സിംഹാസനത്തിൽ ഇരിക്കുക. പക്ഷെ ഈ വെളിച്ചം നാഥാനിലൂടെ വന്നു കഴിഞ്ഞപ്പോ വീണ്. ഇനിയും രക്ഷയില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ ഒന്നും എടുക്കില്ലേ, രക്ഷയുടെ സന്തോഷവും കളയരുത്. അതിനേക്കാളും വലിയ സന്തോഷം നേരത്തെ ഉണ്ടെന്നും പറഞ്ഞ അങ്ങോട്ട് പോയി. എല്ലാം പോയി. അതൊക്കെ മൊമെന്ററി ആയിരുന്നു കേട്ടോ. മൊമെന്ററി ആയിരുന്നു ഇതെല്ലാം. എറ്റേണൽ അല്ല ഇതൊന്നും. ഇവിടെ ഉള്ള ഒന്നും എന്തല്ല, എറ്റേണൽ അല്ല. എല്ലാം മൊമെന്ററി ആയിട്ട് തരുന്നതാ. എറ്റേണൽ വന്നപ്പോഴത്തേക്ക് മറ്റേത് അയ്യോ, ഈ എറ്റേണലിനെ നശിപ്പിക്കാൻ ആ മൊമെന്ററിയെ കൂടുതൽ സ്നേഹിച്ചല്ലോ എന്നും പറഞ്ഞ് വീഴുവാ. പിന്നെ നല്ല മനസ്സുള്ളതുകൊണ്ട് ചിലർ അങ്ങനൊന്നും വീഴത്തൊന്നുമില്ല. കുഴപ്പമില്ലെന്നും പറഞ്ഞ് വീണ്ടും പോകും. ഇന്നിപ്പം ആത്മീയ രംഗത്തെ ഏറ്റവും വലിയൊരു അപകടമാണ് ഈ ഫ്രൈസ്. എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് പകർന്നിരിക്കുന്നു? ദൈവസ്നേഹം പകർന്നിരിക്കും. അതിന്റെ മിഷൻ. ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് എങ്ങും നിങ്ങളൊരു കലഹക്കാരാകരുത് കേട്ടോ. മുമ്പേ പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ പോകുന്നു.
വീട്ടിൽ മൊത്തം അടിയുണ്ടാക്കിയിട്ട്. കലഹക്കാരാകരുത്. ഒരു വഴക്കാളിയാകാൻ പാടില്ല. കാരണം വിളിച്ചവാ. ഭൂമിയുടെ ഉപ്പാണെന്നവർ. ഇത് ലോകത്തിന്റെ ആണെങ്കിൽ മറ്റേത് ഭൂമിയുടെയാണ്. ഭൂമിയൊക്കെ ദൈവം നമ്മുടെ തന്നിരിക്കുക. എന്തിനാ? അത് കാക്കണം, അതിൽ വേല ചെയ്യണം. അതിന് വിരുദ്ധമായിട്ടൊക്കെ നീങ്ങുമ്പോൾ പല കുഴപ്പങ്ങളും ഉണ്ടാവും. ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പും ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒട്ടുമിക്കാൽ കാര്യങ്ങളെക്കാൾ വില കുറവാ. പക്ഷെ ആ സാധനം ഇല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കത്തുമില്ല. ഇതേപോലെ 1 കിലോ ബീഫിനാണോ വില, 1 പാക്കറ്റ് ഉപ്പിനാണോ? ബീഫിനല്ലേ? ഞങ്ങളുടെ അവിടെ 400 രൂപ. നിങ്ങൾ വിചാരിക്കുകയാണോ ഉദ്ദേശിച്ച് ബീഫിന്റെ വില പറഞ്ഞു, ഞാൻ ബീഫും തിന്ന് നടക്കുകയെന്ന്. വളരെ പരിമിതമായിട്ടൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ അതിന്റെ പുറകിൽ നടക്കാറില്ല. എന്നാലും വില അറിയാം, അത്യാവശ്യം വിലയൊക്കെ അറിയണം. ഞാൻ എൻ്റെ മകനെ കടയിലൊക്കെ വിട്ടിട്ട് ഓരോന്നിന്റെ വില ചോദിക്കും. ഇതിനെത്രാടാ, ഇതിനെത്രാടാ. പിശുക്കനായതുകൊണ്ടല്ല, ഇതൊക്കെ അറിഞ്ഞു വളരട്ടെ അവൻ. അല്ലെങ്കിൽ പിന്നീട് ഇല്ലേ എന്താ പറയുന്നേ, ഫാൻറ്റം കണക്കെ പോയി എവിടെയെങ്കിലും നിൽക്കേണ്ടി വരും. എല്ലാത്തിൻ്റെ ചോദിക്കും, ഇതിനെത്ര മേടിച്ചു, ഇതിനെത്ര എടുത്തു, ഇതിനെത്ര എടുത്തു, ബില്ല് കാണിക്കടാ. ബില്ലൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിന്റെ എല്ലാം വില അവനെ കൊണ്ട് വായിപ്പിക്കും. അത് അവൻ പഠിക്കാനാ. ഇതിന്റെ വില ഇത്രയാ, ഇത് എവിടെ നിന്ന് ഈ കാശ്, എങ്ങനെ അത് ചെലവഴിക്കണം എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കൊടുക്കും. അപ്പോൾ ഒത്തിരി പൈസയൊന്നും കൊടുത്തല്ല മേടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിളി എന്ന് പറയുന്നത് അങ്ങനെയാ. ആളുകൾക്കൊന്നും കണ്ട അതെന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല. ലഭിച്ചവരുടെ ഉള്ളിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തെ ജയിക്കാനുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പൊ ഒരാള് ഇപ്പൊ പാചകം ചെയ്യുന്നവരൊക്കെ ആ സഹോദരിമാരല്ല, അവർ 1 കിലോ ബീഫ് കറി വെക്കുക, 1 കിലോ ഉപ്പിട്ടാന്നോ കറി വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കാര്യം എന്തോ കുഴപ്പമുണ്ടെന്നാ. വളരെ ചുരുക്കം, ഒരു ചെറിയ അളവ്. പക്ഷെ ആ അളവ് എവിടോട്ടൊക്കെയാ പോകുന്നത്? ചാറിലും മാംസത്തിലും, ഞങ്ങളുടെ നാട്ടിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടും, അതിനകത്തും എല്ലാം ഉണ്ട്. എന്ത് വലിയൊരു ഫങ്ഷനാണ്, എല്ലാത്തിലും ഉണ്ട്. അതിനകത്ത് കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, അല്ലെങ്കിൽ തേങ്ങാക്കൊത്തുണ്ട്. ഇതിലെല്ലാം പിടിക്കട്ടെ എന്ന് ഓർത്ത് 1 കിലോ ബീഫിന് 1/2 കിലോ ഉപ്പിടാം. അത് പിന്നെ ആർക്കും അതിനെ കൊണ്ട് ഒരു ഗുണവും കാണത്തില്ല. ഇട്ട പുള്ളിയെ നമ്മൾ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. വളരെ ചുരുക്കം. എന്നാൽ അതിന്റെ ഫങ്ഷൻ, അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. ഒത്തിരി പേരൊന്നും വില വെക്കത്തില്ല. ചിലപ്പോൾ രാഷ്ട്രീയ സാമൂഹിക അംഗീകാരങ്ങളൊക്കെ കുറവായിരിക്കും, പണബലമില്ലായിരിക്കും. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഭൂമിയെ രുചിപ്പിക്കാനാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഞായറാഴ്ചയോ അല്ലാതെയൊക്കെ പറയുന്നത് ഒരു ഗുണവും ഇല്ല ഇപ്പൊ ജീവിതത്തിൽ. ഇത്രയും വലിയ ചുമതലയും ഉത്തരവാദിത്വമായിട്ട് നടക്കുക. മറ്റേ പുള്ളിയെ പോലെ ഞാൻ രക്ഷപ്പെടുന്നില്ല. അടുത്തത് ഇവിടെ ഒരാൾ വിചിത്രമായിട്ടൊരു കാര്യം പറഞ്ഞ, അവളെ പോലെ അന്യഭാഷ എനിക്കില്ല. ഇത്രയും വലിയ ഉത്തരവാദിത്വം, ഇത്രയും ശ്രേഷ്ഠ പദവിയിൽ കൊണ്ടെത്തിച്ചിരിക്കുക. പിന്നെയോ കേടുകൂടാതൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നില്ല. പ്രിസർവിങ് ഫ്രം ഡീക്കേ. കേടുകൂടാതെ കാര്യങ്ങളെ സൂക്ഷിക്കാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ഫാക്റ്റ് ഉണ്ട്, നിങ്ങളുടെ സംഭാഷണത്തിലാണ്. സംഭാഷണം എങ്ങനെ ആയിരിക്കണം? ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും. ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന്. എല്ലാവരോടും ഒരുപോലെ സംസാരിക്കണ്ട. ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ. അമ്മയപ്പന്മാരൊക്കെ ശ്രദ്ധിക്കുക. ചില വീട്ടിലേക്ക് വലിയ ടെൻഷൻ എന്ന് പറയുന്നത് പിള്ളേരെ വളർത്തുക. അവരുടെ കൊച്ചുങ്ങളുടെ കഴിവൊന്നും അവർ വീട്ടിൽ പറയത്തില്ല. അപ്പുറത്തെ വീട്ടിലെ ചെറുക്കന്റെ കഴിവ് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചെങ്ങനെ നന്നാവും? പരീക്ഷയ്ക്ക് പോവുക,
കൊച്ചമ്മത്ത് പറയാ, ഡാഡി പരീക്ഷ പോകുക, കൊട്ടയെ കൊണ്ടുവരും, പരീക്ഷയ്ക്ക് വിടുക. എങ്ങനെ നന്നാകും? പിന്നെ ഉപവാസ പ്രാർത്ഥനയാ. എന്തോ കാര്യത്തിന്? കോതമംഗലത്തും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന 8 പ്രവാചകന്മാര്, വല്ല രക്ഷയുണ്ടോ? നിങ്ങൾ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വാക്കുകൊണ്ട്. ഇതെല്ലാം ഈ ഒരു മകനിൽ എന്തെല്ലാം കഴിവുണ്ടാകും. ഈ കഴിവുകളെല്ലാം അവനിൽ വികസിച്ചു വരാനായിട്ട് സഭയുണ്ട്, വീടുണ്ട്, അവന്റെ വിദ്യാലയങ്ങളുണ്ട്. അതിൽ വീടിനൊരു വലിയ ഘടകമുണ്ടെന്ന്. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് പറയാ, പിന്നെ അങ്ങനത്തെ അപ്പുറത്തെ വീട്ടിലെ റോയിയെ നോക്ക്, പിന്നെ അവൻ ചെലവിന് തരും. ഇപ്പൊ സയൻസിന് എത്ര മാർക്ക്? 50ൽ 48. ഉടനെ അനീറ്റയ്ക്ക് എത്ര ഉണ്ട്? 49 ഉണ്ടെന്ന് പറഞ്ഞ് ഇവനെ കൊന്നുകളയും. ഇതാണോ പഠിപ്പീര്? പിന്നെ ആ ചെറുക്കൻ അങ്ങ് മുടിഞ്ഞുമാനെ കൊണ്ടെന്നും പറഞ്ഞങ്ങ് പഠിക്കുക. പിന്നെ കുറെ കഴിയുമ്പോ അങ്ങ് ഉഴപ്പും, ഒരു ഗുണവും ഇല്ല പഠിത്തം കൊണ്ടൊന്നും. അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിപ്പിച്ചത് ആരാ? യേശുവാണ്. ഇതെല്ലാം കൂടെ യേശുവിന്റെ തലയിലോട്ടാ ലാസ്റ്റ്. യേശു കർത്താവാണോ അങ്ങനെ ആ കുഞ്ഞിനെ ചിന്തിപ്പിച്ചേ? നിങ്ങൾ തന്നെയല്ലേ ക്രമം കെട്ട വർത്തമാനം കൊണ്ട്. എന്റെ മകനെ ഞാൻ നല്ല സ്വാതന്ത്ര്യം കൊടുത്തു. പരീക്ഷയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും റിസൾട്ട് കിട്ടിയപ്പോഴും എല്ലാം ഞാൻ അവന്റെ അപ്പൻ തന്നെ. ഇനി അടുത്ത പഠനത്തിനുള്ള അഡ്മിഷനും എടുത്തിട്ടുണ്ട്, പഠിച്ചോട്ടെ. ഒരു കാര്യം ഞാൻ അവനോട് പറയും, എനിക്കല്ല നീ പഠിക്കുന്നത്, നിന്റെ ജീവിതം സേഫ് ആകാൻ. അത് നീ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ വർത്തമാനങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉഴപ്പി നടന്നിട്ട് എന്നെ കമ്പയർ ചെയ്തെന്ന് പറയുന്നോണ്ട് ആരുടെ അടുത്ത് വരരുതേ. നിങ്ങൾ ചെയ്യാനുള്ള എല്ലാം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കിപ്പോ വേറെ പണിയൊന്നുമില്ല. വേറെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പ്രായത്തിലൊക്കെ പഠിക്കുകയും ചെയ്യണം, ജോലി ചെയ്യുകയും ചെയ്യണം, അല്ലേ പാസ്റ്ററെ? അല്ലാതെ പഠനം നടക്കത്തില്ല. നിങ്ങൾക്ക് വല്ല ഇതുണ്ടോ? നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, അല്ലാതൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. പിന്നെ 2 പാത്രം കഴുകണമായിരിക്കും പെമ്പിള്ളേർക്ക്. ഇവന്മാർക്ക് അതുപോലും ചിലപ്പം കാണത്തില്ല. പിന്നെ പഠിച്ചാൽ എന്താ? പിന്നെ പഠിച്ചാലുള്ള കുഴപ്പമെന്താ? മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനല്ല. കുഞ്ഞുങ്ങൾ മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടാണ് അവര് പോയി പഠിക്കുന്നത്. ഞാനും പോയി കണ്ടിട്ടുണ്ട്, ഈ ദൈവവസനമൊക്കെ കണ്ടിട്ടുണ്ട്. ഉത്തരവാദിത്വം അങ്ങ് പഠിക്കുക, അവരങ്ങ് ജോലിയും ഒക്കെ. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ആ മിഷനാണ് ഞാൻ പറഞ്ഞ, സ്നേഹത്തിന്റെ മിഷൻ. സംഭാഷണം കൊണ്ട് ഒരാളെ നേടണം, നശിപ്പിക്കരുത്. വിമർശനമാകാം, അത് വൈരാഗ്യ ബുദ്ധിയിൽ നിന്ന് ഒരുത്തൻ നശിക്കാൻ വേണ്ടി പറയുന്നതാകരുത്. കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. നിങ്ങളുടെ വിമർശനം കൊണ്ട് വേറൊരാള് ഒരു ഗുണപാഠം പഠിക്കണം. ജീസസ് അങ്ങനത്തെ വിമർശനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കണ്ടോ? പിന്നെ പറയണം, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്. നിങ്ങൾ എത്ര ശക്തിയോടെ ഒച്ചയോടെ ആരാധിച്ചു എന്ന് ഇതിനകത്ത് ആളുകളെ കാണത്തേ ഉള്ളൂ. നിങ്ങൾ പോയി കടയിൽ പോയി സാധനം മേടിക്കുന്നിടത്തെ ഒരു വ്യക്തി അത് കണ്ടിട്ടില്ല. അയാൾ കാണുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ. അപ്പം ഏതുണ്ടാകണം? സ്നേഹം. സ്നേഹത്തിൽ നിന്ന് അടുത്ത് വരുന്ന എന്താ? നല്ല പ്രവൃത്തികളുണ്ട്. നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ആരാധന എന്ന് പറയുമ്പോൾ തന്നെ അത് 2 രീതിയിലാണ്, ബൈ ഡീഡ്സ് ആൻഡ് വേർഡ്സ്. ദൈവത്തെ വാക്കുകൾ കൊണ്ടും ആരാധിക്കണം, സ്വഭാവം കൊണ്ടും ആരാധിക്കണം. നിങ്ങളുടെ നല്ല ശീലങ്ങൾ, പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, അത് വളരെ ആവശ്യമാണ്. അതും ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ദൈവകൃപയാൽ നമ്മൾ ഒന്നേ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇതുവരെ, വാക്ക്, ഡീഡ്സ്. അപ്പോൾ നോക്കൂ, ഈ സ്നേഹം അങ്ങനെ അവിടെ ഇരിക്കുകയല്ലേ, ആത്മഫലത്തിന്റെ. ഇതിന്റെ മിഷൻ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ പൂപ്പല് പിടിക്കും, തുരുമ്പ് പിടിക്കും, ക്ലാവ് എടുക്കും, അവസാനം ഉപയോഗശൂന്യമാകും. ഈ മഴക്കാലമായപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് മഴ നനഞ്ഞൊരു ഹെൽമെറ്റ് ഞാൻ വീട്ടിൽ വെച്ചു.
4 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ പൂപ്പ് പിടിച്ചിരിക്കുക. എന്നും വെച്ചോണ്ട് പോയിരുന്നെങ്കിലോ ആ ഒരവസ്ഥ വരത്തില്ല. അപ്പൊ ഉപയോഗിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു സുപ്രസിദ്ധ സുവിശേഷകൻ പോൾ യോഗ്യച്ചൊക്കെ ഒരു കൊച്ചാണ് ഒരു ട്രാക്ട് കൊടുത്ത് എത്രയോ ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചു. എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ, പിന്നെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം മൊത്തം ഈ സ്നേഹത്തിന്റെ വിവരണം. അത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, പഠിച്ചാൽ മതി. അതിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്താലും ഈ സ്നേഹമില്ല എങ്കിൽ, വേറെ പല സ്നേഹമല്ല, ഈ ആത്മാവിന്റെ ഫലത്തിൽ പറയപ്പെട്ട ഈ സ്റ്റാൻഡേർഡുള്ള സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എന്തെല്ലാം ഞാൻ ചെയ്താലും ഞാൻ ഏതുമില്ല. നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ അടുക്കലും ദൈവത്തെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും നമുക്ക് ചെയ്യും എന്നും പറഞ്ഞല്ല സ്നേഹിക്കേണ്ടത്. പിന്നെയോ അല്ല പറഞ്ഞ അവര് ശദ്രക്ക് മേശ അബേദ്നഗോ പറഞ്ഞത്, വിടുവിക്കും, വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒറ്റ ഡിസിഷനേ ഉള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കും. ദാനിയേലിന്റെ ഡിസിഷൻ ഒറ്റ ഡിസിഷനേ ഉള്ളൂ, അത് ദൈവത്തെ സ്നേഹിക്കും. യോസഫിന്റെ ഡിസിഷൻ എന്താണ്? യോസഫ് ഓടിപ്പോയെ? അവിടെയുണ്ട് റെഫറൻസ്, ദൈവത്തോട് ഈ മഹാഭാവം. അപ്പൊ ആരെയാ ജോസഫ് കൂടുതൽ സ്നേഹിച്ചേ? അവന്റെ ശരീരത്തെക്കാൾ, എതിരെ നിൽക്കുന്ന പ്രലോഭനത്തിന്റെ സൗന്ദര്യത്തെക്കാൾ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചപ്പോൾ ഓടി. നിങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ ഒരു പാവം ചെയ്യാത്തത്? ആരെങ്കിലും കാണുമെന്ന് കരുതിയാണോ? അങ്ങനെയാണെങ്കിൽ കാണാത്തിടത്ത് ഇല്ലുമ്പോൾ ചെയ്യും. ജോയ് പാഷ കാണും എന്ന് കരുതി ചെയ്യാതിരുന്നാൽ അദ്ദേഹം കാണാത്തിടത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ ചെയ്യും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെയായിരുന്നാലും, ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും എവിടെയായിരുന്നാലും അദ്ദേഹം എന്ത് ചെയ്യും? ജീവിതത്തെ സൂക്ഷിക്കും. കാരണം കടപ്പാടും നന്ദിയും എല്ലാം ആരോടാ? ദൈവത്തോടാ. അതുകൊണ്ടാണ് അദ്ദേഹം ഓടിപ്പോകുന്നത്. ഓടിപ്പോയത് നിമിത്തം പോയി വീണതും വലിയ ക്ലേശത്തില. എങ്കിലും കുഴപ്പമില്ല, എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുക. ഈ സ്നേഹമാണ് ഈ ഫലം. സാധാരണ സ്നേഹങ്ങളൊക്കെ ആണെങ്കിൽ ഉള്ള പ്രശ്നം, മറ്റേതും സ്നേഹിക്കും, ഇതും സ്നേഹിക്കും. മനസ്സിലായോ? ഗേഹസി പോലൊക്കെ അതും വേണം, ഇതും വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല. ഒരു കഥ ഇങ്ങനുണ്ട്, ഒരു കഥയാണേ. അതിനകത്ത് ഒരു പയ്യനൊരു ഒരു ബാല്യക്കാരൻ പയ്യൻ, അവനെ ജോലി, ഒരു വലിയ കുടുംബത്തിൽ അവൻ ജോലി ചെയ്യുക, ഒരടിമയെ. അവനെ ജോലി കഴിച്ചിട്ട് ശാപ്പാട് കിട്ടും. അവനിങ്ങനെ ദൂരെ അവനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ കിടന്നുറങ്ങും. പക്ഷെ അവൻ നല്ലതായിട്ട് പാടും. എല്ലാ രാത്രിയിലും അവൻ പാടിയിട്ടാ കിടന്നുറങ്ങും. അപ്പൊ അവന്റെ ഈ പാട്ട് ആസ്വദിച്ചിരുന്ന ഈ യജമാനനോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് പണമുണ്ട്, എല്ലാ അംഗീകാരവും ഉണ്ട്, പക്ഷെ നമുക്ക് ആ കഴിവില്ല, നമുക്കൊന്ന് പാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം പറഞ്ഞപ്പോൾ ഈ യജമാനൻ പറഞ്ഞു, നാളെ അവൻ പാടത്തില്ലെന്നോ. ഇവര് ഭയന്നുപോയി. കാരണം അവനെ ഇനിയും കൊല്ലാനുള്ള പ്ലാനാണോ? അയാളൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം അവന്റെ ജോലി കഴിഞ്ഞ് അവനെ വിളിച്ചു, 1 രൂപ കൊടുത്തു. ആ രാത്രി കുറെ സമയമായി പാട്ടില്ല. എന്താണെന്നറിയോ? ഇവന്റെ ജീവിതത്തിൽ അങ്ങനെ പൈസ ഒന്നും കിട്ടത്തില്ലല്ലോ. ഇവൻ ഈ 1 രൂപ എവിടെ വെക്കുമെന്നുള്ള ടെൻഷനില്ല. രാത്രി പാട്ടില്ല. ഇങ്ങനെ എത്രയോ പേരുടെ പോയെന്നറിയോ പാട്ടൊക്കെ. ഇപ്പൊ ടെൻഷനാ, എവിടെ വെക്കൂ ഇതെവിടെ വെക്കുമെന്നുള്ള ടെൻഷനില്ല, പാട്ടില്ല. കുറെ നേരമായി. ഇവിടെ വെക്കുവോ, തരത്തെ വെക്കോ, എവിടെ വെക്കണം? എവിടെ വെച്ചാലും ഇത് വേറൊരാൾ എടുക്കുമല്ലോ എന്നുള്ള പേടി. നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. എവിടെങ്കിലും വെച്ച മറന്നുപോയാ മറ്റവനെടുത്തോണ്ട് പോകത്തില്ലേ? ഈ ടെൻഷൻ എപ്പോഴാ തുടങ്ങിയേ?
മനസ്സിലാവുന്നുണ്ടോ? കുറെ കഴിഞ്ഞപ്പോ യജമാനൻ വിളിച്ചു, എന്താ നീ പാടാത്തെ? അയ്യോ, ഇത് വന്നപ്പോ മുതലേ എനിക്ക് എന്റെ ശ്രദ്ധ മൊത്തം പോയി. എറിഞ്ഞു കളഞ്ഞ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലകാരണം. അത് ചിലർ കാംക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരാകുന്നു. ജീവിക്കാൻ പൈസ വേണം, പക്ഷേ അതിന് വളഞ്ഞ വഴികളിലൂടെ നടക്കരുത്. അത് മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞു തരാൻ ഭാഗം ഇതൊന്നും ദൈവസ്നേഹത്തിന്റെ മാതൃകയല്ല കേട്ടോ. വേറൊരു ഭാഗത്ത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 12. അതിനാരും അസൂയൊന്നും പെടണ്ട കേട്ടോ. കർണായിക്ക് വിത്ത് മേടിക്കാനും നില ഒരുക്കാനും വിതയ്ക്കാനും ഒക്കെ ആളുകളും ഉണ്ടായിക്ക് കാശുമുണ്ട്. അതുകൊണ്ട് അവിടെ നന്നായി വിളഞ്ഞു. അത് കൊണ്ടുകൊണ്ട് എന്റേത് വിളയുന്നില്ലല്ലോ, വർഷത്തിൽ ഒരു തവണ പോലും വളവും ഇടത്തില്ല, ബാക്കിയുള്ളവരതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ എന്റേത് വിളഞ്ഞില്ലല്ലോ, അവൻ്റേത് വിളഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കി ശാസിച്ചുകൊണ്ടിരിക്കാതെ വല്ലതൊക്കെ നോക്ക്. അപ്പോൾ ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അന്നത്തെ കാലത്ത് ധനവാന്മാര് വലിയ, ഈ കർഷകര് വലിയ ഏക്കർ കണക്കിന് അവർക്ക് വസ്തുണ്ട്. ഇവരുടെ ചുറ്റും ഇവർക്ക് സംരക്ഷണം തീർക്കുന്ന പോലെ തൊഴിലാളികളാ താമസിക്കുന്നത്. ഈ ധനവാന്മാര് പലപ്പോഴും ഈ തൊഴിലാളികളെ വിളിച്ച് വൈകിയ സമയങ്ങളിൽ ഈ കളത്തിൽ ഇരുന്നുകൊണ്ട് വീമ്പ് പറയും. അങ്ങനെ ഒരു വീമ്പാ യേശു ഈ ഉപമയിൽ കൊണ്ടുവരുന്നത്. അവരുണ്ടാക്കിയ പണം മൊത്തം ഈ തൊഴിലാളികളെ ഉപയോഗിച്ച. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു, പിന്നെ അവൻ വീമ്പ് തുടങ്ങി. അവരോട് പറയാണ്, ഞാൻ പൊളിച്ചു പണിയും. അല്ലേ? അതൊക്കെയല്ലേ നമ്മുടെ ചിന്ത. ഇപ്പൊ ഇത് പോണ്ട, ഇച്ചിരി കൂടുതൽ കാശായി ഒന്ന് പൊളിച്ചേക്കാം. പൊളിച്ചു പണിയും. കാരണം കൂട്ടിവെക്കാൻ ഇടം പോരാ. അങ്ങനെ പറയുന്നത്. പൊളിച്ചു പണിയും. പാണ്ഡ്യശാലകളെല്ലാം നിറച്ചു. എന്നിട്ട് ഈ പാവം കർഷകരോട്, ഇവൻ ഈ ധനം ഉണ്ടാക്കി കൊടുത്ത ആളുകളോട് പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കും, ഇങ്ങനേറിയ കാലം ഞാൻ കഴിയും. വലിയ സ്റ്റേറ്റ്മെന്റ് പറയുക. ആരോടെ പറയുന്നേ? ഇവന് പണം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലു മുറുകെ പണി ചെയ്ത കർഷകരോട് അവന്റെ വർത്തമാനം. അവരോടാണ് അവന്റെ വീരവാദം. അവരോട് പറയുക, തിന്നും കുടിക്കും ആനന്ദിക്കും, ഞാൻ മാത്രം, നിങ്ങളാരുമില്ല. ഏറിയ കാലം ഞാൻ ഇങ്ങനെ കഴിയും. ഉടനെ ഒരു ചോദ്യം, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അടുത്ത റെഫറൻസ് ആണ് എന്നെ ചിന്തിപ്പിച്ചത്. ദൈവവിഷയപരമായി സമ്പന്നനാകാത്ത ഏവന്റെയും ഗതി ഇത് തന്നെ കർത്താവ് പറഞ്ഞ. ഈ വചനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേദപുസ്തകത്തിൽ. ജീവിതത്തെ ആദ്യം കാണുന്ന പോലെ എന്നെ നോക്കരുത് കേട്ടോ. ദൈവവിഷയപരമായി സമ്പന്നനാകാത്ത ഏവന്റെയും ഗതി ഏതവനായാലും ഇതാ ഗതി എന്ന് പറയും. ദൈവമക്കളെ, ഡ്യൂട്ടി, ദൈവസ്നേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ലോകത്തിന്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പ്, നല്ല പ്രവൃത്തി. നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ നശിപ്പിക്കുന്നതിൽ നിന്നല്ല അകന്നു മാറുക. അത് പണമാണേലും അധികാരമാണേലും പക്ഷം പിടുത്തമാണേലും ഏതാണേലും. അവിടെ ഞാൻ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നു. ബാക്കി ഭാഗം നമുക്ക് വൈകിട്ട് സംസാരിക്കാം.